വെൽക്കം ടു മൈൽസ്റ്റോൺ ഡോക്ടർ. മൈൽസ്റ്റോൺ ഡോക്ടറിൽ ഇന്ന് കൊച്ചിൻ DPS ലേക്ഷർ ഹോസ്പിറ്റൽ ഓൺകോളജി HOD ഡോക്ടർ ഷോൺ ടി ജോസഫ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ സുഖമായിട്ടിരിക്കുന്നല്ലോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. ഡോക്ടർ ഹെഡ് ആൻഡ് നെക്ക് സർജൻ ആണ്, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ സർജൻ ആണ് അല്ലേ? അതെ. ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ സർജൻ എന്ന് പറയുമ്പോൾ അത് തന്നെ നമുക്ക് അതിൽ തന്നെ തുടങ്ങാം ഡോക്ടർ. എന്തൊക്കെയാണ് ഈ ഹെഡ് ആൻഡ് നെക്കിൽ വരുന്നത്? ഏതൊക്കെ നെക്ക് മുതൽ തലയുടെ ഫുൾ ഭാഗം നാണോ, ഏതൊക്കെ കേസസ് ആയിരിക്കും ഡോക്ടർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ ഈ കോളർ ബോൺ തൊട്ട് ഉം. മേലെ വരെയുള്ള ഭാഗങ്ങളാണ് ഹെഡ് നെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അപ്പോൾ അതിൽ ബ്രെയിൻ ന്യൂറോ സർജറി എന്ന് പറയുന്ന വേറൊരു വിഭാഗമാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ ബട്ട് അതർവൈസ് അതിൽ ഇത്ര ഏരിയ വരുന്ന ട്യൂമേഴ്സ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ റീകൺസ്ട്രക്ഷൻ, ഓക്കെ. ഇതൊക്കെയാണ് അതായത് നമ്മുടെ ENT റിലേറ്റഡ് ആയിട്ട് വരുന്നത് എല്ലാം ഡോക്ടറിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും അല്ലേ? അതിൽ ബ്രെയിൻ മാത്രമാണ് നമ്മൾ ബ്രെയിൻ ക്യാൻസർ വരുമ്പോൾ അത് ഡോക്ടറിന്റെ ഡിപ്പാർട്ട്മെന്റിലല്ല അല്ല. ഓക്കെ, ക്ലിയർ. ഇനി ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടൊക്കെയാണ് ഇത് വരിക, അതിലേക്ക് എത്തിക്കുന്ന കാരണങ്ങൾ, അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഡോക്ടർ? നമുക്ക് ആദ്യം ഹെഡ് ആൻഡ് ക്യാൻസേഴ്സിൻ്റെ കുറച്ച് സബ്സൈറ്റ്സ് ഞാൻ പറയാം. അപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് വായിലുണ്ടാവുന്ന ക്യാൻസേഴ്സ് ആണ്. വായിലുണ്ടാവുന്ന ക്യാൻസേഴ്സ് എന്ന് പറയുമ്പം ഇന്ത്യയിൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ക്യാൻസറാണത്. ഓക്കെ. കേരളത്തിനേക്കാൾ നോർത്ത് ഇന്ത്യയിലേക്ക് ഒരുപാട് കൂടുതലുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണം ഈ പുകയിലയുടെ, ടുബാക്കോയുടെ ഒരു യൂസ്. അപ്പോൾ വായിലുണ്ടാവുന്ന ക്യാൻസറാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്യാൻസർ ഇപ്പം തൈറോയ്ഡ് ക്യാൻസറാണ്. ഓക്കെ. തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 30 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ ഒരുപാട് നമ്പേഴ്സ് കൂടിയ ഒരു ക്യാൻസർ, 3 ഇരട്ടിയോളമായിട്ട് നമ്പേഴ്സ് തൈറോയ്ഡ് ക്യാൻസറിൻ്റെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഫീമെയിൽസിൽ, സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതലായിട്ട് കേരളത്തിൽ കാണുന്നത് ഈ തൈറോയ്ഡ് ക്യാൻസറാണ്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതേപോലെ ചോദിക്കട്ടെ, ഡോക്ടർ പറഞ്ഞു പുരുഷന്മാരിലാണ് കൂടുതൽ മൗത്ത് അൾസേഴ്സ് വന്നിട്ട് അങ്ങനെ ക്യാൻസർ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്യാൻസർ സ്ത്രീകളിൽ താരതമ്യേന വളരെ കുറവാണോ? താരതമ്യേന കുറവാണ്. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു ട്രെൻഡും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു ട്രെൻഡും തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാൻ മുമ്പ് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന സമയം മുംബൈയിൽ നമ്മൾ വല്ലപ്പോഴും ഒരു വർഷത്തിൽ ഒരു പേഷ്യൻ്റ് വന്നാൽ പോലും, ഒരു ടുബാക്കോ യൂസ് ഒന്നും ഇല്ലാണ്ട് ഒരു പേഷ്യൻ്റ് വന്നാൽ പോലും നമുക്കെല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതമാണ് ഇതെങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റി. കേരളത്തിൽ പക്ഷേ അതായത് ടുബാക്കോ യൂസ് ഒന്നുമില്ലാതെ, അഡിക്ഷൻസ് ഒന്നുമില്ലാതെ വലിയൊരു ശതമാനം പേഷ്യൻസ് ഈ ഓറൽ ക്യാൻസർ ഉള്ളവരായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ പിന്നിലത്തെ കാരണം? അതിൻ്റെ പിന്നിലെ കാരണം നമ്മളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഇതിൻ്റെ ഡേറ്റ വെക്കുമ്പോൾ അതിൽ കണ്ടുള്ള ഒരു വ്യത്യാസമാണ്. നമ്മൾ അവസാന ഡേറ്റ് എടുക്കും 50% കൂടുതൽ, ഒരു 57% പേഷ്യൻസ് യാതൊരുവിധ അഡിക്ഷൻസ് ഇല്ലാത്തൊരു ഗ്രൂപ്പ് കേരളത്തിൽ വരുന്നുണ്ട് ഈ ഓറൽ ക്യാൻസറൊക്കെ ഉണ്ടാകുന്നതായിട്ട്. ഇതിൻ്റെ ഒരു കാരണം നമുക്ക് 2 രീതിയിൽ ഇതിൽ കാണാം. ഒന്ന്, പോസിറ്റീവായിട്ടുള്ളൊരു കാരണം കാണുകയാണെങ്കിൽ നമ്മുടെ ടുബാക്കോ യൂസ് കുറഞ്ഞു വരിക. ടുബാക്കോ ചൂയിങ് കേരളത്തിൽ വളരെ കുറവാണ്. ഞാൻ MBBS ഒക്കെ ചെയ്യുന്നത് കഴിഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS ചെയ്ത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ പുകവലിക്കുന്ന ഒരുപാട് പേരെ നമ്മളിങ്ങനെ കാണുമായിരുന്നു റെയിൽവേ സ്റ്റേഷനും എവിടെ പോയാലും. ഇപ്പോൾ അതൊക്കെ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്, കാരണം നമ്മൾ ലെജിസ്ലേഷൻസ് കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ കുറഞ്ഞതുകൊണ്ട് താരതമ്യേന ഒരു നമ്പർ കേരളത്തിൽ കൂടിയിട്ടുണ്ടാവാം മറ്റേ ടുബാക്കോ ഉപയോഗിക്കാത്തവരുടെ നമ്മൾ കാണുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുക്കുന്നവരാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ, അതായത് ഇപ്പം പല്ല് കേടായിട്ടുള്ള പല്ലുകൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നു. അപ്പം കാരണം ഷാർപ്പ് ടൂത്ത്, ഇപ്പം മൂർച്ചയുള്ള പല്ല് കാരണം ഇപ്പം നാവയിലൊക്കെ തട്ടുന്നു, അത് കാരണം ഉണ്ടാകുന്ന അൾസേഴ്സ് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടോ, അത് നമ്മൾ നോക്കണം. പിന്നെ വൈറസുമായി ബന്ധപ്പെട്ടുള്ള HPV വൈറസ് എന്നൊക്കെ പറയുന്നത്, അത് പക്ഷേ നമ്മൾ പഠിക്കേണ്ടതാണ്. കാരണം വായിലുണ്ടാവുന്ന ഓറൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മുൻഭാഗത്തേക്ക് ഉണ്ടാകുന്ന ക്യാൻസറിനെയാണ് ഉദ്ദേശിക്കുക. അപ്പോൾ അതും ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റ് മോളിക്കുലാർ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളത് അതും നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പം നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടൊരു പഠനം ഇപ്പം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചുമായി ചേർന്നിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം നമ്മൾ കാണാനുള്ളത്,
ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റ് റിസൾട്ട്സ് വളരെ നല്ലത്. അതായത് ഇപ്പോൾ ഒരു സ്റ്റേജ് 1, 2, 3 അപ്പം നമ്മുടെ ഇവിടെ ഒരു 90% കൂടുതൽ ആളുകൾക്കും ഈ ഓറൽ ക്യാൻസർ ഭേദമാവുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിയുമ്പോൾ. ഓക്കെ. അപ്പം രണ്ടുമുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും കാണുന്നുണ്ട്, പക്ഷേ എന്നാലും നമ്മൾ ശ്രദ്ധ വെക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ എല്ലാവർക്കും പേടിയുള്ളൊരു അസുഖമാണ്. എല്ലാവരെയും വിഷമിപ്പിക്കുകയും അറ്റ് ദ സെയിം ടൈം പെട്ടെന്നൊരു ഫിയർ, അതെന്തിനോന്നറിയില്ല, അതും നമ്മളുടെ ഉള്ളിലേക്ക് വരും ഒരാൾ ഇതിൽ ഡയഗ്നൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ, അല്ലേ? അത് എത്ര നമ്മൾ അഡ്വാൻസ്ഡ് ആയെന്ന് പറഞ്ഞാലും യു ആർ ഡയഗ്നൈസ്ഡ് വിത്ത് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് അപ്സെറ്റ് ആവും. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ്, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് അല്ലെങ്കിൽ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ആണ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്കൊരു അല്പം ആശ്വാസം കിട്ടുന്ന 2 ക്യാൻസർ ആണ് ഇത് രണ്ടും. കാരണം അതിൽ കിട്ടുന്ന റിസൾട്ടും അത് ക്യൂറബിൾ ആണ് എന്ന് പബ്ലിക്കിന് അറിയാവുന്ന ഒരു ഫാക്ടറും അതൊക്കെ കൂടി കൊണ്ടായിരിക്കണം ബ്രസ്റ്റ് ക്യാൻസർ ഓക്കെ അത് റിമൂവ് ചെയ്താൽ ഏർലി സ്റ്റേജ് ആണെങ്കിൽ ഓക്കെ നമുക്ക് സമാധാനം, ആദ്യത്തെ ഒരു പീരീഡ് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മതിയല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട്. അതേപോലെ തന്നെ കേൾക്കുന്ന ഒന്നാണ് ഈ ഹെഡ് ആൻഡ് നെക്കിൽ വരുന്നതാണെങ്കിലും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ. അത് ആദ്യമേ തന്നെ അറിയുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫാക്ടർ എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും അതിലൊരുപാട് ഞാൻ Oh. പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓറൽ ക്യാൻസർ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ, ഈ വായിലുണ്ടാകുന്ന ക്യാൻസർ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 3 സ്റ്റേജ് നമുക്ക് വളരെ നല്ല റിസൾട്ട്സ് ആണ്. കേരളത്തിൽ തീർച്ചയായിട്ടും വളരെ നല്ല റിസൾട്ട്സ് ആണ്. നമുക്കൊരു 90% കൂടുതൽ ആളുകൾക്കും അത് ഭേദമാക്കാൻ പറ്റും. മാത്രമല്ല നമുക്കിപ്പോൾ ഒരു ഈ ചെറിയൊരു തുടക്കത്തിലുള്ള ഒരു അൾസറേഷനായിട്ട് കാണുകയോ അല്ലെങ്കിൽ ഒരു വെള്ളപ്പാട് ല്യൂക്കോപ്ലേക്കിയ എന്ന് പറയുന്നത് അതായിട്ട് കാണുകയോ ചെയ്താൽ നമുക്കത് അസുഖം വരുന്നതിന് മുമ്പ് തന്നെ മാറ്റാൻ പറ്റും. അപ്പം പിന്നെ നമ്മളത് പെട്ടെന്ന് കാണാനും സാധ്യതയുണ്ട്. നാവയിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കാണാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ നല്ലൊരു കാര്യമാണ് തുടക്കത്തിലേ കാണുവാണെങ്കിൽ. പിന്നെ തൈറോയ്ഡ് ക്യാൻസർ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട്സ് ഉള്ള ഒരു ഇതാണ്. നമ്മൾ ട്രീറ്റ് ചെയ്ത പൂർണ്ണമായിട്ടും തന്നെ ക്ലോസ് ടു 100% ആളുകളിലും മാറാൻ പറ്റുന്നതാണ്, മാറാൻ പറ്റുന്ന ഒരിതാണ്. പക്ഷേ അതേപോലെ തന്നെ രമ്യ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമുക്കെപ്പോഴും ഒരുപാട് പേടി ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം പലപ്പോഴും അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അറിയുന്നുണ്ടായിരിക്കും. അതിപ്പോൾ സർജറി ആണെങ്കിലോ റേഡിയേഷൻ ആണെങ്കിലോ കീമോതെറാപ്പി ആണെങ്കിലോ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആയിരിക്കാം നമ്മുടെ മനസ്സ് നിൽക്കുന്നത്. പിന്നെ എല്ലാ ആളുകൾക്കും അസുഖം മാറുന്നില്ല എന്നുള്ള ആ ഒരു ഫിയർ, കാരണം നമുക്കെപ്പോഴും മാറാത്ത ആളുകളെ പറ്റിയുള്ള കഥകളൊക്കെ അല്ലേ നമ്മളെപ്പോഴും മനസ്സ് നിൽക്കുക. അപ്പോൾ അതൊരു വലിയൊരു ഫാക്ടറാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചിലവ് ഭയങ്കരമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമുക്ക് ജോലി നഷ്ടപ്പെടുന്ന ദിവസങ്ങൾ. അപ്പോൾ നമുക്കിത് വളരെ ഒരു സമീപിക്കേണ്ടത് വളരെ ഒരു എമ്പത്തിയോടുകൂടി തന്നെ ഇതിനെ സമീപിക്കണം ഈ ഒരു സാഹചര്യം. ഇനി ഇത് ഡോക്ടർ തൊട്ട് മുന്നേ ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി, മൗത്ത് അൾസേഴ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് വരിക അല്ലെങ്കിൽ അത് ഉണങ്ങാതിരിക്കുമ്പോൾ ദാറ്റ് ക്യാൻ ലീഡ് ടു ക്യാൻസർ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് മൗത്ത് അൾസേഴ്സ് വരാം, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ തന്നെ അറിയാണ്ട് നമ്മുടെ ഈ ഷാർപ്പ് ടൂത്ത് നമ്മൾ ചിലപ്പോൾ ബൈറ്റ് ചെയ്യണ സമയത്ത്, ച്യൂ ചെയ്യണ സമയത്ത് അറിയാണ്ട് നമ്മുടെ നാവിൽ നമ്മൾ കടിക്കാം, അല്ലെ നമ്മുടെ ഈ മോണിൽ ചീക്സിനുള്ളിൽ നമ്മൾ കടിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് മൗത്ത് അൾസേഴ്സ് വരും. ചില ആൾക്കാരിൽ ഈ ഒരു ഹാബിറ്റ് വളരെ കൂടുതലായിട്ടുണ്ട്. അത് മേ ബി സം അതർ റീസൺസ് അവർക്ക് ഈ മൗത്ത് അൾസേഴ്സ് കൂടുതലായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രീക്വൻസി കൂടുതലായിട്ട് വരുമ്പോഴും ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന മൗത്ത് അൾസേഴ്സും അതിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാരിൽ ഇങ്ങനെ വരാൻ, ഈ ക്യാൻസർ വരാനുള്ള ചാൻസസ് ലേറ്റർ സ്റ്റേജിൽ അതിനകത്ത് പോസിബിലിറ്റീസ് കൂടുതലാണോ? മൗത്ത് അൾസേഴ്സ് നമുക്ക് സാധാരണ മൗത്ത് അൾസേഴ്സ് വളരെ കോമൺ ആണല്ലോ. അതെ. അപ്പോൾ അത് വരുന്നത് പൊതുവെ കുറച്ച് ദിവസം കൊണ്ട് അങ്ങ് മാറും. മിക്കവാറും ഒരാഴ്ച ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വായിലൊരു അൾസർ വന്നു അത് മാറാതിരിക്കുകയാണെങ്കിൽ, അപ്പോൾ നമുക്കൊരു 2 to 4 വീക്സ് കഴിഞ്ഞിട്ടും അൾസർ മാറാതിരിക്കുന്നു, അത് കൂടിക്കൊണ്ടിരിക്കുന്നു, മാറാതിരിക്കുന്നതും കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അൾസർ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ചില വെള്ളപ്പാടൊക്കെ വന്നാലും നമ്മൾ ചിലപ്പം ഡോക്ടറെ കാണിച്ചാലും ചിലപ്പോൾ ഡോക്ടറാണെങ്കിലും പെട്ടെന്ന് ചെറിയ കാര്യമായിട്ട് കാണാം. കാരണം നമ്മൾ എല്ലാവരും എപ്പോഴും ക്യാൻസർ അല്ലല്ലോ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ പ്രശ്നങ്ങളല്ലേ കൂടുതലും കാണുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അടുത്തത് വേറൊരാളെ കാണിക്കും. അങ്ങനെ പോകുമ്പോൾ നമുക്ക് മാറാതിരിക്കുന്നത്, അതായത് കുറേ കാലമായിട്ട് ഇങ്ങനെ മാറാതിരിക്കുന്നു. ചിലപ്പം ബയോപ്സി എടുത്തിട്ടുണ്ടാവാം. ബയോപ്സി എടുക്കുന്ന ഒരു അവസ്ഥയിൽ കുഴപ്പമില്ലാത്തതായിരിക്കാം, ആ ഒരു അവസ്ഥയിൽ കുഴപ്പമില്ലാത്ത റിപ്പോർട്ടായിരിക്കാം വന്നിട്ടുണ്ടാവുക. പക്ഷേ എന്നാലും മാറാതിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ബയോപ്സി റിപ്പോർട്ടിൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കുന്നു. ഇതൊക്കെ പലപ്പോഴും പ്രശ്നമാവാറുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാറാതിരിക്കുന്നത്, കൂടിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ ഒരേ സൈറ്റിൽ തന്നെ വരുന്നത്.
ഇപ്പം സൈറ്റ് മാറി മാറി വായിൽ തന്നെ പല സ്ഥലത്ത് ഒരു അൾസറേഷൻ വരുന്നതും മാറിപ്പോകുന്നതും ഒരേ സൈറ്റിൽ തന്നെ മാറാതെ ഇരിക്കുന്നതും അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ബയോപ്സി നെഗറ്റീവായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഒന്ന് റിലാക്സ്ഡ് ആവുമല്ലോ. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞില്ല അങ്ങനെ, അത് എന്തുകൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ അതൊരു നെഗറ്റീവായിട്ട് കാണിക്കുന്നുണ്ടാവുക? ആ സമയത്ത് ഈ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ പെത്തോളജി പരിശോധനയല്ല നമ്മളിപ്പോൾ ബയോപ്സി എടുക്കുന്നത്. അപ്പോൾ അതിലുള്ള ചില ഫീച്ചേഴ്സ് വരുമ്പോഴാണ് പെത്തോളജിസ്റ്റ് ക്യാൻസർ എന്ന് പറയുക. അപ്പോൾ ആ ഒരു ഫീച്ചർ ഈ ബയോപ്സി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വന്നിട്ടുണ്ടാവണമെന്നില്ല. അല്ലെ ബയോപ്സി എടുത്ത സൈറ്റിൽ ഇപ്പോൾ നമുക്കൊരു 1-2 സെൻറ്റിമീറ്റർ സൈസുള്ള ഒരു അസുഖത്തിൽ ചെറിയൊരു ബയോപ്സി എടുത്താൽ ചിലപ്പോൾ ആ സൈറ്റിൽ പ്രശ്നം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പം ഞാനെപ്പോഴും അതിൽ കാണുന്നത് മാറാതിരിക്കുന്നതും ഒരേ സൈറ്റിലും വരുന്ന ഒരു അൾസറേഷനാണ്. അതിനുള്ള ചില ഫീച്ചേഴ്സ് കൂടെ കാണുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് തന്നെ ബയോപ്സി നെഗറ്റീവ് ആണെങ്കിലും മുഴുവനായിട്ട് എടുക്കുന്നത് തന്നെ ആലോചിക്കാം. കാരണം പലപ്പോഴും വളരെ ഡെപ്തിലൊന്നും എടുക്കണ്ട, വളരെ സൂപ്പർഫിഷ്യലായിട്ട് എടുത്ത് ആ പ്രശ്നം മുഴുവനായിട്ട് ഒരു പക്ഷേ തീരാനുള്ള സാധ്യത എപ്പോഴും ഉള്ളത്. ഓക്കെ. ഇത് ടൊബാക്കോ യൂസ് ചെയ്യാത്ത ആണുങ്ങളിലും ഇതേപോലത്തെ വരുന്നുണ്ട് അല്ലേ? ഈ ടൈപ്പ് ഓഫ് ക്യാൻസർ ഒക്കെ വരുന്നുണ്ട്. ഡോക്ടറിന്റെ ഈ ഒരു ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ എത്ര ലേഡീസിന് ഇത് വന്നിട്ടുണ്ടാവും? ലേഡീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കും നല്ലൊരു ശതമാനമുണ്ട്, വരുന്നുണ്ട്. പക്ഷേ പുരുഷന്മാരാണ് ഒരു വാസ്റ്റ് മെജോറിറ്റി. എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഹോസ്പിറ്റലിലെ കണക്ക് എനിക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ എന്നാലും ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 80% പുരുഷന്മാർ തന്നെയാണ് വായിലുണ്ടാകുന്ന ക്യാൻസേഴ്സ് കൂടുതൽ. ഇപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ ആണെങ്കിൽ സ്ത്രീകളായിരിക്കും വളരെ കൂടുതലായിട്ടുണ്ടാവുക. ഇത് അവരുടെ ഹോർമോണൽ റിലേറ്റഡ് ആണോ ഡോക്ടർ? ഇതിനൊക്കെ ഒരു ഹോർമോണൽ റിലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് തൈറോയ്ഡ് ക്യാൻസർ കൂടുതൽ, അല്ലെ ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായിട്ടും സ്ത്രീകളിലുള്ളത്. പക്ഷെ പുരുഷന്മാരിലും ഉണ്ട്. ഈ ഓറൽ ക്യാൻസറിനെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയുമ്പോഴും സ്ത്രീകളിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ഓറൽ ക്യാൻസർ ഇപ്പോൾ ടൊബാക്കോ ഉപയോഗിക്കാത്ത ഇപ്പോൾ സ്ത്രീകൾ നമ്മൾ അങ്ങനെ എടുക്കുവാണെങ്കിൽ ഒരു 84% പേഷ്യൻസ് യാതൊരു അഡിക്ഷനും ഇല്ലാത്തവരാണ്. വായിൽ ക്യാൻസർ വരുന്ന സ്ത്രീകളിൽ ഒരു 84% യാതൊരു അഡിക്ഷനും ഇല്ലാത്തവരാണ്. പക്ഷെ അത് നമ്മുടെ സയൻസ് ഈ ഒരു ഭാഗത്തിൽ ഇനിയും വളരേണ്ടിയിരിക്കണം. എന്തുകൊണ്ട് പിന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ക്യാൻസർ വരുന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ടല്ലേ? അതെ, കണ്ടുപിടിക്കാനും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ രാജ്യത്ത് ഒരു റീജിയണലായിട്ട് ഒരു ഡേറ്റ വളർന്നു വരണം. അതായത് ഇത് ഉത്തരം 100% ഇല്ലാത്ത ഒരു അസുഖമാണ്. പല അസുഖങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ക്യാൻസർ അതിനുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ കൂടുതലായതുകൊണ്ട് ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പം കുറേ ചോദ്യങ്ങളുള്ള ഒരു അസുഖമാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് ആണെങ്കിലും തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. ഓരോരുത്തരും അവരവരുടെ ഒരു ഡേറ്റ വെച്ച് തുടങ്ങിയാൽ, ഹോസ്പിറ്റൽസും ഒരു ഡേറ്റ വെച്ച് തുടങ്ങിയാൽ എന്നാൽ മാത്രമേ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ആദ്യം വിചാരിക്കും ഇത്, കാരണം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലോ, ടൊബാക്കോ യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് വിചാരിച്ചു പോകും. പക്ഷേ ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുംബൈയിലുള്ള പോലെ അല്ല കേരളത്തിലുണ്ടാവുക, അല്ലെങ്കിൽ ഗുജറാത്തിലുള്ള പോലെ അല്ല കേരളത്തിലുണ്ടാവുക. കാരണം അവിടെയൊക്കെ ടൊബാക്കോ യൂസ് കുറേ കൂടുതലാണ്. അപ്പം നമ്മുടെ ഇവിടെയുള്ള ഒരു റീജിയണൽ ട്രെൻഡ് വ്യത്യാസമായിരിക്കും. അത് ഓരോരുത്തരും ഡേറ്റ വെക്കുകയും ഈ ഡേറ്റ നമുക്ക് കമ്പൈൻ ചെയ്യാനും പറ്റുമ്പോഴേ ഒരു കൃത്യമായിട്ടുള്ള ആൻസർ, ആക്ച്വലി കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങളും ഇപ്പോഴും സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതെല്ലാം നമ്മുടെ മുന്നിൽ ചോദ്യങ്ങളായിട്ട് വരികയാണല്ലോ. നമ്മൾ ഈ ഡേറ്റ നമ്മൾ നോക്കുമ്പം എന്തുകൊണ്ട് ഇത് ഇങ്ങനെ വരുന്നു, അപ്പോൾ അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്താണ്, അപ്പോൾ നമ്മൾ ആരുമായിട്ട് ചേർന്നിട്ടാണ്, നമുക്ക് മറ്റൊരു പ്രശ്നം എപ്പോഴും അതാണ്, നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഉത്തരം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ നമുക്കിപ്പം കിട്ടുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു റിസർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ടോ, നമുക്ക് എവിടെ നിന്ന് അതിനുള്ള ഒരു സപ്പോർട്ട് കിട്ടും, അങ്ങനെ പല പല കാര്യങ്ങൾ വരും. ഈ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ആ പേഷ്യൻറ്റിന് ഇത് വന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൂട്ട് റീസൺ, അതൊരിക്കലും നമുക്ക് ടെസ്റ്റിലൂടെ ഒന്നും ഫിഗർ ഔട്ട് ചെയ്യാൻ നമ്മുടെ ടെക്നോളജിയിൽ ഇന്നും അത് അറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ക്യാൻസർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ റീസൺ അല്ല എപ്പോഴും ഉണ്ടാവുക. ഇപ്പോൾ ടൊബാക്കോ യൂസ് ചെയ്തു എന്ന് പറയുമ്പോഴും പുകവലിച്ചു എന്ന് പറയുമ്പോഴും പുകവലിക്കുന്ന എല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ചോദ്യമല്ല. പുകവലിക്കുന്ന ഇന്നയാൾ പുകവലിച്ച ആൾ ഇത്ര കാലം ജീവിച്ചു, വലിക്കാത്ത ആൾക്ക്. പക്ഷേ ക്യാൻസർ എന്ന് പറയുന്നത്, ക്യാൻസറിൽ പല ഹോൾമാർക്സ് ഓഫ് ക്യാൻസർ എന്ന് പറയും. അതായത് ക്യാൻസറിൻ്റെതായിട്ടുള്ള അതൊരു വളരെ വളരെ
പ്രശസ്തമായിട്ടുള്ള ഒരു പഠനമാണ്. അപ്പോൾ അതിൽ പല പല ഫാക്ടേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഈ ക്യാൻസർ വരിക. അപ്പോൾ ചിലത് മുന്നിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കതിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതുള്ള ആളുകൾക്ക് സാധ്യത കൂടുതലാണ്. അതായത് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പക്ഷെ നമുക്കതല്ലാത്തതും കുറേ നമ്മുടെ ഇമ്മ്യൂണിറ്റിയായി ബന്ധപ്പെട്ടിട്ടുള്ളതും എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെയുള്ള ഫാക്ടേഴ്സ് ഇതിലേക്ക് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പേഷ്യൻറ്റ് ഇപ്പോൾ വായിലുള്ള ഒരു ക്യാൻസറായിട്ട് വരുന്നു, അയാൾ ടുബാക്കോ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ കാരണം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ടുബാക്കോ കൊണ്ട് മാത്രമാണോ വന്നത് എന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അദ്ദേഹം അത് യൂസ് ചെയ്യണോ എന്ന് ഡോക്ടർ അറിയുവാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ജനറലൈസ് ചെയ്ത് പറയാം, ഇറ്റ് മൈറ്റ് ബി റീസൺ ഇതായിരിക്കാം എന്നുള്ളത്. പക്ഷെ വരുന്ന പേഷ്യന്റ് ഇതൊന്നും ഒരു രീതിയിലും എക്സ്പോസ്ഡ് അല്ല എന്നുണ്ടെങ്കിലാണ് അവിടെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്, അല്ലേ? ദെൻ ഫ്രം വേർ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരിക. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ഗംസിന്റെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട രീതി, അല്ലെങ്കിൽ ദ വേ നമ്മൾ നമ്മുടെ ഗംസിനെയും നമ്മുടെ ടൂത്തിനെയും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതി, യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ്, ഇതൊക്കെ അപ്പൊ ഇറ്റ് ഓൾ മാറ്റേഴ്സ്. തീർച്ചയായിട്ടും അല്ലേ? ഇതെല്ലാം ബാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒരു ഡെന്റൽ അലൈൻമെന്റ് ആണെങ്കിലും കൃത്യമായിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പഠനങ്ങളും ചിലപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്കൊരു കൃത്യമായിട്ടൊരു എവിഡൻസായി പറയാനായിട്ടില്ല. പക്ഷേ എന്നാലും പല്ലിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ല. അപ്പോൾ അത് നാവേ പോയിട്ട് കണ്ടിന്യൂസ്ലി ഇടിക്കുന്നു. പിന്നെ ഷാർപ്പായിട്ടുള്ള ടൂത്ത്, ഷാർപ്പായിട്ടുള്ള ഡെഞ്ചർ, അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഡെന്റൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴാണെങ്കിലും ഒബിയസ്ലി ഡെന്റിസ്റ്റ് അത് ശ്രദ്ധിക്കും. എന്നാലും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അതിലൊക്കെ ഒരു പ്രാധാന്യമുണ്ട് അതിൻ്റെ ഒരു ഫിറ്റ്നസ്. ഓക്കെ, അപ്പോൾ ഡെന്റൽ ഇപ്പോൾ ഇംപ്ലാന്റേഷൻസ് ഒരുപാട് വരുന്നുണ്ട് ഇതിനകത്തും ഒക്കെ. നമ്മുടെ കുറേ ഡെന്റലൊക്കെ ഇപ്പോൾ ഒരുപാട് ടെക്നോളജി വൈസ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തുവല്ലോ. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മളൊരു പേഷ്യൻ്റ് ആ ഒരു ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സമയത്തും നമ്മളപ്പോൾ ഓക്കെ എൻ്റെ പല്ലിൻ്റെ പ്രോബ്ലം മാറി, അല്ലെങ്കിൽ എൻ്റെ മോണയുടെ ഇതൊക്കെ മാറി എന്ന് മാത്രം ചിന്തിക്കാതെ അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇറ്റ് ക്യാൻ ലീഡ് ടു ലേറ്റർ ഓൺ ഒരു ക്യാൻസർ സ്റ്റേജിലേക്കും പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആ ഒരു രീതിയിലും കൂടെ നമ്മൾ കെയർ ചെയ്യണം നമ്മുടെ പല്ലിനെയും ഒക്കെ, അല്ലേ? അല്ല, നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അതൊരു ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അങ്ങനെയൊന്നും പറയാനുള്ള എവിഡൻസ് നമുക്കില്ല. അതായത് നമ്മളെല്ലാം നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലല്ലേ. നമ്മളിതിലൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതായിരിക്കും കുറച്ചുകൂടെ ഒരു ബെറ്റർ അഡ്വൈസ്. മനസ്സിലായി. ഇനി ഈ വായിക്കകത്ത് പുകയില അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഭക്ഷണം, അത് എപ്പോഴും പറയും ടു മച്ച് ഓഫ് സ്പൈസസ് കൂടുതൽ കഴിക്കുക, അച്ചാറുകൾ കൂടുതൽ കഴിക്കുക, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കൂടുതൽ കഴിക്കുക, അങ്ങനത്തെ കുറച്ച് എപ്പോഴും ഇൻടേക്ക് ചെയ്യേണ്ടാത്ത കുറച്ച് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ പറയുമല്ലോ, അതിൻ്റെ ഇൻടേക്കിങ് കൂടുതൽ കൂടുമ്പം അത്തരത്തിലുള്ള ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ എണ്ണയിലൂടെയോ അതൊരു റീസൺ ആവുമോ ഇത്തരത്തിലുള്ള ക്യാൻസറിന്? സ്പൈസി ഫുഡ് വായിലെ ക്യാൻസർ വരുന്നതിൻ്റെ ഒരു കാരണമാണ്. ഏറ്റവും മുൻപിൽ നിൽക്കുന്ന കാരണമല്ല, പക്ഷെ അത് ഒരു കാരണമാണ്. അപ്പം ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ഉത്തരം ടുബാക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ഉത്തരം കിട്ടി, സമാധാനമായി. അപ്പോൾ ഉത്തരം ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഇതെല്ലാം ഒരു പോസിബിലിറ്റി ആയി കണ്ട് തന്നെ മുന്നോട്ട് അന്വേഷിക്കണം. ഓക്കെ, പുകവലിക്കുന്ന ആളെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും അപകടമാണ് പുകവലിക്കുന്ന ആളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് അവരെ ഇത്തരത്തിലുള്ള ക്യാൻസർ അഫക്റ്റ് ചെയ്യുമോ? അത് അവർ സ്മെല്ല് ഇൻടേക്ക് ചെയ്യാണ് അല്ലേ, തൊട്ടടുത്തിരുന്ന് പുകയില ഒരാൾ വലിക്കുമ്പോൾ. അപ്പോൾ അവരുടെ ലങ്സിനെയാണോ അത് കൂടുതലായിട്ടും ബാധിക്കുക, അതോ ഇത്തരത്തിലുള്ള ക്യാൻസർ അവർക്കും വരാനുള്ള പോസിബിലിറ്റീസ് അപ്പോൾ ഉണ്ടോ? അത് ലങ്സിനെയാണ് കൂടുതലായി എയർവേ ബന്ധപ്പെട്ടിട്ടാണ് ഒരു പാസീവ് സ്മോക്കിംഗ് കൂടുതലും വരേണ്ടത്. ഓക്കെ. ഇനി ഇത് തൈറോയിഡ് ആണെങ്കിലും, തൈറോയിഡ് ഇന്നിപ്പോൾ ലേഡീസിന് ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലേഡീസിൽ കൂടുതലും കാണുന്നത് തൈറോയ്ഡ് ക്യാൻസേഴ്സ് ആണെന്ന് പറഞ്ഞു. ഈ തൈറോയ്ഡ് ക്യാൻസർ ചില ആൾക്കാരിൽ, ഇപ്പം ഞാൻ എൻ്റെ ഒരു കേസ് പറയട്ടെ, എനിക്ക് പ്രഗ്നൻസിയിൽ എനിക്ക് ബ്ലഡിലാണ് ഹോർമോണൽ ഇംബാലൻസ് വന്നപ്പം ഞാൻ ഡയഗ്നോസ് ചെയ്തു. ഞാനിപ്പോൾ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. എന്നെപ്പോലെ ബ്ലഡിലുള്ള തൈറോയിഡ് ഉള്ള ആൾക്കാരുണ്ടാവാം, അതല്ലാത്ത പക്ഷം ചില ആൾക്കാർക്ക് ഗ്ലാൻഡിലുള്ള ഇതുള്ളതുണ്ട്. ഇങ്ങനെ ഓവർ എ പീരീഡ് ഓഫ് ടൈം വൺസ് ചില ആൾക്കാരിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ലൈഫ് ലോങ് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കണം, അല്ലേ? ചില ആൾക്കാരിൽ ആൻറ്റിബോഡി നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് ഫോർ ഒരു പീരീഡ് ഓഫ് ടൈം കഴിച്ചു കഴിഞ്ഞാൽ ദേ ക്യാൻ സ്റ്റോപ്പ്. ഇനി അങ്ങനെ ഒരു കണ്ടിന്യൂസ് കഴിക്കുന്ന ഒരു പേഷ്യൻറ്റിന് അവർക്ക് പോസിബിലിറ്റീസ് കൂടുതലാണോ തൈറോയിഡ് ക്യാൻസർ ലേറ്റർ വരാനായിട്ട്? നമ്മളിതിനെ രണ്ട് രീതിയിൽ കാണണം. ഈ തൈറോയിഡിൻ്റെ തൈറോയിഡ് ഹോർമോൺ പുറപ്പെടുവിക്കുന്നു. അപ്പം അത് വേറൊരു
തരം അസുഖമാണ്. അതായത് ഹോർമോണിൻ്റെ കുറവ് കൂടുതൽ. അപ്പോൾ കൂടുതലും എൻഡോക്രൈനോളജി ഡോക്ടറായിരിക്കും അതിനെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ തൈറോയിഡിൻ്റെ പലപ്പോഴും ആളുകൾക്കുള്ള ഒരു മിസ്കൺസെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് നോർമലാണ്, അപ്പോൾ തൈറോയിഡുമായി ബന്ധപ്പെട്ട മുഴകളൊന്നും പ്രശ്നമല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാൻസർ ഒന്നും വരില്ല എന്നുള്ള ഒരു ചിന്ത വരും. പക്ഷേ അതങ്ങനെയല്ല. അപ്പം തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് നോർമലാണ് എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ നോർമലാണ്. അതിലെന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള മെഡിസിൻ എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ. പക്ഷേ തൈറോയിഡ് ക്യാൻസർ എന്ന് പറയും തൈറോയിഡിലുണ്ടാവുന്ന മുഴകളിലുണ്ടാവുന്ന ഒരു ക്യാൻസറസ് ചേഞ്ച്. അപ്പോൾ തൈറോയിഡിലെ മുഴകളുണ്ടെന്ന് വെച്ചിട്ട് അതും നമ്മളെല്ലാം പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു അൾട്രാസൗണ്ട് നെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വളരെ കോമൺ ആയിട്ട് അൾട്രാസൗണ്ട് നെക്കൊക്കെ ചെയ്യും, അല്ലെങ്കിൽ കഴുത്തിന് വേദന വന്നാൽ നമ്മൾ സ്കാൻ ഒക്കെ ചെയ്യും, CT സ്കാനും ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ MRI ചെയ്യും. അത് പണ്ടത്തേക്കാൾ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതും കൂടി ഒരു കാരണമാണ് തൈറോയിഡ് ക്യാൻസേഴ്സ് നമ്മൾ കൂടുതലായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനുള്ളത്. കാരണം ഇൻസിഡൻ്റലായിട്ട് നമ്മൾ തൈറോയിഡിൽ ഒരു മുഴ കാണുന്നു. ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുവാണെങ്കിൽ, ജനറലായിട്ടൊരു അൾട്രാസൗണ്ട് ചെയ്യുവാണെങ്കിൽ ഒരു 1/2 ആളുകൾക്ക് തൈറോയിഡിൽ നൊഡ്യൂൾസ് കാണും. അപ്പോൾ അതെല്ലാം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം നമ്മൾ ട്രീറ്റ്മെൻറ്റോ പരിശോധനയോ നടത്തേണ്ടതില്ല. പക്ഷേ അതിലുള്ള ചില ഫൈൻഡിങ്സ്, അതിൻ്റെ ഒരു സൈസ്, ബാക്കിയുള്ള ഫൈൻഡിങ്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളത് പരിശോധിക്കണമെന്ന് തീരുമാനം. ഇനി പരിശോധിക്കുന്നതിൽ തന്നെ അതിൻ്റെ ഫൈൻഡിങ്സിൽ ചിലതിലാണ് നമുക്കിപ്പോൾ അതിനൊരു സർജറിയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതേ ഉള്ളൂ, നമ്മളിതിനെ രണ്ടായിട്ട്, തൈറോയിഡിൻ്റെ നൊഡ്യൂളുണ്ട്, തൈറോയിഡ് ഫംഗ്ഷൻ നോർമലായിരിക്കാം. തൈറോയിഡ് ഫംഗ്ഷൻ നോർമലാണ്, തൈറോയിഡിൻ്റെ ഈ ബ്ലഡ് ടെസ്റ്റ് നോർമലാണെന്ന് വെച്ചിട്ട് തൈറോയിഡിലെ മുഴ പ്രശ്നമല്ലാതെ ആയിരിക്കുന്നില്ല. അപ്പോൾ അതേപോലെ തൈറോയിഡിൽ ഒരു ക്യാൻസർ ഉണ്ടെന്ന് വെച്ചിട്ട് തൈറോയിഡിൻ്റെ ഹോർമോൺ നോർമലായിരിക്കാം. അപ്പോൾ അത് രണ്ടിനെയും നമ്മൾ രണ്ടായിട്ട് കാണും. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ പല ആളുകൾക്കും ഒരു ധാരണയുണ്ട് തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് നോർമലായിരുന്നു. എൻ്റെ അടുത്ത് പലപ്പോഴും വന്ന് തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോർമലായിരുന്നു ഡോക്ടറെ, പിന്നെ എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളത്. ഇത് രണ്ടും രണ്ട് പ്രശ്നമാണ്. ഓക്കെ. അപ്പം ഈ തൈറോയിഡ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഏതെങ്കിലും ഒരു രീതിയിൽ ബ്ലഡിലുള്ള തൈറോയിഡോ ഗ്ലാൻഡിലുള്ള ഇഷ്യൂസോ അങ്ങനെ തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് മാത്രമേ തൈറോയിഡ് ക്യാൻസർ വരുള്ളെന്നുണ്ടോ? അതോ ചില ആൾക്കാരിൽ നമ്മൾ ബാക്കിയുള്ള ക്യാൻസർ പറയുന്ന പോലെ ഒരു സിംറ്റവും ഇല്ല, തൈറോയിഡിൻ്റെ ഒരു കുഴപ്പവുമില്ല, ബ്ലഡ് ടെസ്റ്റ് എല്ലാം നോർമലായിട്ട് നിന്നിട്ട് കുറേ നാളുകൾക്ക് കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ഇതിൽ പിന്നീട് അങ്ങനെ അവർക്കൊരു ഓവർനൈറ്റിൽ അവർ ഡിറ്റക്റ്റ് ചെയ്യാണ് തൈറോയിഡ് ക്യാൻസർ, അങ്ങനെയും വരാമോ? അപ്പോൾ തൈറോയിഡ് ക്യാൻസർ ഒരു വാസ്റ്റ് മെജോറിറ്റി, നമുക്കൊരു 95% പെട്ടെന്ന് വളരുന്ന ടൈപ്പ് ക്യാൻസേഴ്സ് അല്ല, സ്ലോ ഗ്രോയിങ്. അപ്പോൾ പെട്ടെന്ന് ലക്ഷണങ്ങളൊന്നും കാണുകയില്ല. അപ്പോൾ അത് വളരെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേ അറിയുള്ളൂ. നമ്മൾ ശരിക്കും അറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും കുറേ അങ്ങ് കൂടി കഴിയുമ്പോഴേ അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് അറിയുള്ളൂ. ഇപ്പോൾ അവിടെയുള്ള ഞരമ്പിനെ ബാധിക്കുക, ശബ്ദത്തിൻ്റെ ഞരമ്പിനെ ബാധിക്കുക, അല്ലെങ്കിൽ അവിടെ വിൻ പൈപ്പിനെ ബാധിക്കുക, ആ ഒരു സമയത്താണ് നമ്മൾ ശരിക്കും ലക്ഷണങ്ങൾ അറിയുക. ചിലത് എന്താ വെച്ചാൽ നമ്മൾ മുഴ പുറത്തേക്ക് കാണും. അപ്പം അങ്ങനെയാണ്, അതാണ് കൂടുതലും പിന്നെ വേറൊരു ഇതായിട്ട് കാണാം. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് മെജോറിറ്റിയും ഇൻസിഡൻ്റൽ ആയിട്ടുള്ള ഒരു ഡിറ്റക്ഷൻ. പലപ്പോഴും മറ്റെന്തെങ്കിലുമൊക്കെ ഒരു സ്കാൻ ചെയ്യുമ്പം ഇത് കാണുന്നു. അങ്ങനെ പരിശോധന നടത്തുമ്പോൾ തൈറോയിഡ് ക്യാൻസർ ആണെന്ന് അറിയുന്നു. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ മെജോറിറ്റി മുഴകളും വളരെ മെല്ലെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ ലക്ഷണങ്ങൾ അങ്ങനെ അറിയുന്നില്ല. മാസങ്ങളോളോ ചിലപ്പോൾ വർഷങ്ങളോളോ സമയമൊക്കെ എടുത്തിട്ടായിരിക്കും അത് വളരുക. എല്ലാം വളരണമെന്നില്ല. ചിലർക്ക് ഇന്നർ ഗ്രോത്ത് ആവുമല്ലോ, ഉള്ളിലോട്ടും ആവാം. പിന്നെ ചില തൈറോയിഡ് ക്യാൻസേഴ്സ് ആണെങ്കിലും അത്ര വളരണമെന്ന് തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളിപ്പോൾ മുഴകളുണ്ടെന്ന് വെച്ചിട്ട് അതെല്ലാം കയറി പരിശോധിക്കണം എന്നില്ല. അപ്പോൾ അതിനായിട്ടുള്ള ഇപ്പോൾ ഒരു സെൻറ്റിമീറ്റർ താഴെയുള്ള ഒരു മുഴയായിട്ടൊക്കെ നിൽക്കുക, നമ്മളത് പരിശോധിക്കാതിരിക്കുകയാണ് പലപ്പോഴും നല്ലത്. പക്ഷേ അൾട്രാസൗണ്ട് ഫൈൻഡിങ് ഒക്കെ അനുസരിച്ച് ഡോക്ടർ ഒരു ഡിസിഷൻ എടുക്കണം. അങ്ങനെ ആയിരിക്കുമ്പോഴും നമ്മൾ വെറുതെ കയറി പരിശോധിച്ചാൽ ചിലപ്പോൾ നമുക്ക് കൃത്യമായ ഒരു റിപ്പോർട്ട് കിട്ടണമെന്നില്ല. ഇനിയിപ്പോൾ കിട്ടിയാൽ പോലും അത് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ, കാരണം അത്ര ഒരു നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള പഠനങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഈ ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ അങ്ങനെയാണെങ്കിൽ ക്യാൻസറിലേക്ക് വരാനായിട്ട് ചാൻസസ് കൂടുതൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് അത് വേറൊരു പ്രശ്നമായിട്ട് തന്നെ കാണാം, തൈറോയ്ഡ് ഫംഗ്ഷൻ അബ്നോർമാലിറ്റീസ്. പക്ഷേ എന്നാലും ഹൈപ്പോ, അതായത് ഫംഗ്ഷൻ കുറഞ്ഞ ആളുകളിലാണ് എന്തെങ്കിലും നമുക്കിത് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് കാണാറുള്ളത്.
ഓക്കെ. അപ്പൊ ഇത് ഒരാൾക്ക് ഇപ്പൊ തൈറോയിഡ് ഇതുണ്ടെങ്കിൽ അവര് ഈ ഡോക്ടർ മുന്നേ പറഞ്ഞ പോലെ ബ്രീതിങ് ടൈമിലോ അല്ലെങ്കിൽ വിൻ പൈപ്പിലോ അല്ലെങ്കിൽ ഇങ്ങനെ ചൂ ചെയ്ത് ഇറക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി തോന്നുമ്പോഴായിരിക്കുമല്ലോ ഒരാൾ പോയി ഡോക്ടറിനെ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ആയിരിക്കുമല്ലോ അവർ അതിന്റെ ഒരു ഏർലി സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലേ? അല്ലാതെ വേറൊരു നമ്മൾ റാൻഡമായിട്ട് T3, T4, TSH ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ നമുക്ക് ഇതിന്റെ ഒരു ഏർലി സ്റ്റേജ് ആണ് ഇതെന്നുള്ളത്? ഇല്ല, ഈ T3, T4, TSH വഴി നമുക്ക് മനസ്സിലാവില്ല, ഒരിക്കലും മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ എപ്പോഴും കാണാറുള്ളത്, ഒന്ന് നൊഡ്യൂളായിട്ട് മറ്റാരെങ്കിലും ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മളടുത്ത് പറയുന്നു. നമുക്ക് പ്രത്യേകിച്ച് വലിയ ലക്ഷണങ്ങളൊന്നും തുടക്കത്തിൽ അറിയാത്തതുകൊണ്ട്, പക്ഷെ ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ നമ്മളുടെ അടുത്തുള്ള ആളുകൾ കണ്ടേക്കാം. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ചിലപ്പോൾ കൈയൊക്കെ ഇങ്ങനെ തടവുന്ന സമയത്ത് ചിലപ്പോൾ ഒരു നൊഡ്യൂള് കാണാം, ഫീൽ ചെയ്യാം. അങ്ങനെ 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 വരുന്നതാണ്. പിന്നെ ഈ ലക്ഷണങ്ങളായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ചിലപ്പം ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ഡിസ്കംഫർട്ട്, ശ്വാസം എടുക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്, അതൊക്കെ കുറച്ചുകൂടെ ഒരു ലേറ്റ് ആയിട്ട് വരുന്ന സിംറ്റംസാണ്. പക്ഷെ അങ്ങനെയും വരാറുണ്ട്. പക്ഷെ അത്രത്തോളം ലേറ്റ് ആയിട്ട് അറിഞ്ഞാലും 100% ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ തൈറോയ്ഡ് ക്യാൻസർ? അതാണ് ഒരു ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള. നമുക്ക് ഒരു കുറച്ചൊരു ഹയർ സ്റ്റേജിലേക്ക് വരുമ്പോൾ പോലും വളരെ നല്ല റിസൾട്ട്സ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് അതിൻ്റെ ഒരു മോർബിഡിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് കുറേ കൂടുതലും. ഇപ്പം നമ്മൾ വിൻ പൈപ്പിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഈ ശബ്ദത്തിൻ്റെ ഞരമ്പിനെ ബാധിക്കുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർജിക്കൽ കറക്ഷൻ കൂടെ വേണ്ടി വരും. ഇപ്പം ഞരമ്പിനെ ബാധിക്കുകയാണെങ്കിൽ ആ ഞരമ്പ് എടുത്ത് കളയുകയും അതിൻ്റെ ഒരു റീകൺസ്ട്രക്ഷൻ. പിന്നെ കഴുത്തിലുള്ള ലിംഫ് നോട്ട്സ് ഈ കഴലകളിലേക്ക് പടർന്നിട്ടുണ്ടെങ്കിൽ കഴലകൾ ക്ലിയർ ചെയ്യേണ്ടി വരിക. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പോൾ അസുഖം അഥവാ ലങ്സിലേക്ക് എങ്ങാനും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലപ്പോൾ മരുന്നുകൾ ചിലപ്പോൾ എടുക്കേണ്ടി വരാം, പേഷ്യൻ്റ് സിംറ്റമാറ്റിക് ആണെങ്കിൽ. പിന്നെ അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ കൂടും. ഈ സർജറിക്ക് ശേഷമുള്ള റേഡിയോ ഐഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് വേണ്ട ആളുകൾ കുറച്ചുകൂടെ ഹയർ റിസ്ക് ഗ്രൂപ്പിനാണ് നമുക്ക് വേണ്ടി വരിക. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ബാലൻസ് വേണം. നമ്മൾ കുറേ അങ്ങ് കൂടിയ ശേഷം ട്രീറ്റ് ചെയ്യാനും. അപ്പം വ്യക്തമായിട്ട് നമുക്ക് ഉത്തരങ്ങളൊന്നും അതിൽ പറയാൻ പറ്റില്ല, എപ്പോൾ ട്രീറ്റ് ചെയ്യണം, കുറച്ച് എത്ര വെയിറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇത്രയാണ്, ഇപ്പോൾ ഒരു ചെറിയ നൊഡ്യൂള് 1 സെൻറ്റിമീറ്റർ താഴെയുള്ളത്, അതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ചും പ്രായമായിട്ടുള്ള ഒരാളുകളാണെങ്കിൽ നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ്, ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഈ വോക്കൽ കോർഡിന് സ്ട്രെയിൻ വരുന്ന ഒരുപാട്, അത് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ, ശബ്ദം വെച്ച് ഒരുപാട് ചെയ്യുന്ന, പ്രൊഫഷനായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവല്ലോ, സിംഗേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ സാധാരണ ഒരു കോമൺ മെന്നേക്കാളും അവരുടെ വോക്കൽ കോർഡിന് അവർ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലോങ് ഇയേഴ്സിൻ്റെ ഇത് അങ്ങനെയുള്ള ഈ പ്രൊഫഷനിൽ നിൽക്കുന്നവർക്ക് ഇതൊരു സ്ട്രെയിൻ ആവുമ്പോൾ അത് ലീഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ടോ ഇത്തരത്തിലുള്ള ക്യാൻസറിലേക്ക്? അതിനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. അതായത് നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോക്കൽ കോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരാം. പക്ഷെ അതൊരു ക്യാൻസർ ആയിട്ട് മാറാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. ഓക്കെ, ശരി. ഇനി ഇത് ട്രീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് ഡോക്ടർ? ഇപ്പോൾ തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ ആ ഗ്ലാൻഡ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതോടെ അങ്ങനെയാണോ ഈ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് വരുമ്പോഴും അതോടെ അത് കംപ്ലീറ്റ് ക്യൂറബിൾ ആവുമെന്നാണോ, അതോ അതിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? തൈറോയിഡ് ക്യാൻസർ വരികയാണെങ്കിൽ നമ്മൾ ഗ്ലാൻഡ് ഒന്ന് അതിൻ്റെ എത്രത്തോളം ഉണ്ട്, ഒറ്റ നൊഡ്യൂളാണ്. തൈറോയിഡ് 2 ലോബ് ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് തൈറോയിഡ്, ഒരു ചിത്രശലഭത്തിൻ്റെ പോലെ. അപ്പോൾ അതിൽ ഒരു ലോബിൽ മാത്രമാണ് അസുഖം, ഒരു നൊഡ്യൂളേ ഉള്ളൂ. ചിലപ്പോൾ ആ ലോബ് മാത്രം എടുത്താൽ മതിയാവുമായിരിക്കും. പക്ഷെ ഒന്നിൽ കൂടുതൽ നൊഡ്യൂളുണ്ട്, അല്ലെങ്കിൽ നൊഡ്യൂളിൻ്റെ വലിപ്പം കൂടുതലുണ്ട്, ചുറ്റുമുള്ള ടിഷ്യൂലേക്കൊക്കെ പടരുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് തൈറോയിഡ് മുഴുവനായിട്ട് എടുത്ത് മാറ്റേണ്ടി വരും. പൊതുവേ നമ്മൾ അങ്ങനെ എടുത്ത് മാറ്റി, ഇപ്പോൾ കഴുത്തിലുള്ള ലിംഫ് നോഡിലേക്ക് പടർന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെത്തോളജി റിപ്പോർട്ട് വരുമല്ലോ, ഇത് പരിശോധനയ്ക്ക് അയച്ചിട്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വേറെ റിസ്ക് ഗ്രൂപ്പായിട്ട് തിരിക്കും. അത് ലോ ആണോ, ഇൻ്റർമീഡിയറ്റ് ആണോ, ഹൈ റിസ്ക് ആണോ. ഇത് അമേരിക്കൻ തൈറോയിഡ് അസോസിയേഷൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ എന്താണെന്ന് വെച്ചാൽ, ലോ റിസ്ക് ആണെങ്കിൽ നമ്മളത് ഫോളോ അപ്പ് മാത്രമേ ചെയ്യാറുള്ളൂ. അതായത് ഈ ബ്ലഡ് ടെസ്റ്റും അൾട്രാസൗണ്ട് കഴുത്തേണ്ടതും വെച്ചിട്ട്. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ഹൈ റിസ്ക് ആണെങ്കിൽ നമ്മൾ റേഡിയോ ഐഡിൻ്റെ ഒരു സ്കാൻ ചെയ്യും. അതൊരു 3 മാസം ആകുമ്പോൾ ചെയ്യും. അതിൽ നിന്നല്ല സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേഷ്യൻസിന് റേഡിയോ ഐഡിൻ തെറപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, ഈ റേഡിയോ ഐഡിൻ മരുന്ന് തന്നെ ഒരു തെറപ്യൂട്ടിക് ഡോസിൽ കൊടുക്കും.
അങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. ഇപ്പം മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു, ഇതൊക്കെ സർജിക്കലി നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ്. പക്ഷേ ഇപ്പം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു എന്നിരിക്കട്ടെ, അപ്പോൾ അങ്ങനെയുള്ളടത്ത് തീർച്ചയായിട്ടും റേഡിയോ ഐഡിയം തെറാപ്പി നമുക്ക് വേണ്ടി വന്നേക്കും. പിന്നെ അതിന് പുറമേ മറ്റ് ട്രീറ്റ്മെൻറ്റും ചിലപ്പോൾ വേണ്ടി വരും. റേഡിയേഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാം. പിന്നെ വേറെ ഇമ്മ്യൂണോതെറാപ്പി അങ്ങനത്തെ കൂട്ട് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാം. ആ രീതിയിലായിരിക്കും അതിൻ്റെ പോകുക. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്ത ആൾക്കാരിൽ ചിലർക്കൊരു ഫിയറാണ്, അത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ശബ്ദം മാറുന്നു, അങ്ങനെ ഒരു ചിലർക്ക് മാറിയിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ഫിയർ അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യോ ശബ്ദം മാറുമോ എന്ന് പേടിച്ചിട്ട് ഈ ശബ്ദം പ്രൊഫഷനായിട്ട് എടുക്കുന്ന ആൾക്കാർ ചിലപ്പോൾ മാക്സിമം തള്ളാൻ നോക്കും, ഇതിൻ്റെ ഒരു പ്രൊസീജിയർ സർജറി പിന്നീട് ചെയ്യാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു എന്താ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഈ ഒരു സർജറി ക്യാൻസർ വന്നിട്ട് നമ്മുടെ അവിടെ ഒരു പ്രൊസീജിയർ ചെയ്യുവാണെങ്കിൽ അതിലും അവരുടെ ശബ്ദം മാറാനുള്ള ചാൻസസ് ഉണ്ടോ? അതായത് ഈ ശബ്ദത്തിൻ്റെ ഞരമ്പ് തൈറോയിഡുമായിട്ട് വളരെ ചേർന്നിട്ടാണ് പോകുന്നത്. നമുക്ക് വലതുവശത്തും ഇടതുവശത്തുമായിട്ട് 2 ഞരമ്പുകളാണ് ഉള്ളത്. അത് വളരെ ചേർന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ല പരിചയമുള്ള ഒരു സർജൻ്റെ അടുത്ത് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ ഈ ഞരമ്പ് ആക്സിഡൻ്റലായ ഒരു ഇഞ്ചുറി വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പിന്നെ നമുക്കിപ്പോൾ നെർവ് മോണിറ്റർ എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജിയും കൂടിയുണ്ട്. നമ്മളത് ചെയ്യുമ്പം നെർവ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരു ശബ്ദത്തിന് സർജറി കാരണം ഒരു ഡാമേജ് വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് നമ്മളൊരു നല്ല പരിചയമുള്ള ഒരു സ്ഥലത്ത് സർജൻ്റെ അടുത്ത് ചെല്ലുവാണെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, ചിലതിപ്പം ഞരമ്പിലോട്ട് അസുഖം പോയി എന്നിരിക്കട്ടെ, അപ്പം ഞരമ്പിനെ അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഞരമ്പ് എടുത്ത് കളയേണ്ടി വരും ക്യാൻസർ ആകുമ്പം. അങ്ങനെ വരുമ്പോഴും നമുക്ക് മുമ്പത്തെ പോലെയല്ല, അത് റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള റീഇന്നർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സർജറി ഉണ്ട് ഇപ്പോൾ. അപ്പം അതല്ലാതെ വേറെ ശബ്ദം ഇമ്പ്രൂവ് ചെയ്യാനും അങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. അപ്പോൾ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറേ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ ഇതിനുമൊക്കെ ഇപ്പം റോബോട്ടിക് സർജറീസ് എല്ലാം വന്നിട്ടുണ്ട് അല്ലേ, ഹെഡ് ആൻഡ് നെക്കിലും എല്ലാം. ഇപ്പം അത് തന്നെയാണോ കൂടുതലും ചെയ്യുന്നത്, അതോ അത് എഗെയിൻ ബാക്കിയുള്ള ഇതിലെ പോലെ തന്നെ പേഷ്യൻറ്റിന് ചൂസ് ചെയ്യാമോ റോബോട്ടിക് സർജറി വേണോ അതോ നോർമൽ സർജറി മതിയോ എന്നുള്ളത് കേസ് ടു കേസ് ആണോ? അതെ, നമുക്കിപ്പോൾ ഹെഡ് ആൻഡ് നെക്കിൽ റോബോട്ടിക് സർജറി നമുക്ക് വായിലുണ്ടാവുന്ന ക്യാൻസേഴ്സ്, തൊണ്ടയിലുണ്ടാവുന്ന ക്യാൻസർ, നാവിൻ്റെ പുറകുഭാഗത്ത് ഉണ്ടാവുന്ന ക്യാൻസേഴ്സ്, അപ്പോൾ അങ്ങനത്തെ ചില സൈറ്റ്സിൽ ട്രാൻസ്ഓറൽ വായി കൂടെ റോബോട്ടിക് സർജറി ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റ് കഴുത്തിൻ്റെ പുറത്തുകൂടെ പോകുന്ന ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഒരു മോർബിഡിറ്റിയൊക്കെ പലപ്പോഴും ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഓപ്പൺ മൗത്ത് സർജറി ആണോ? വായി കൂടെ തന്നെ ചെയ്യാം. അപ്പോൾ റോബോട്ടിക് സർജറി ഉണ്ട്. അതേപോലെ വോക്കൽ കോഡിൽ ഉണ്ടാകുന്ന ക്യാൻസറാണ് ലേസർ സർജറി ഉണ്ട്. അതൊക്കെ വായി കൂടെ തന്നെ നമുക്ക് ചെയ്യാം. ഇങ്ങനെയല്ല ചെയ്യണേ. അപ്പോൾ അതൊരു പേഷ്യന്റിന് എങ്ങനെയാ അത് ഓപ്പൺ മൗത്തിൽ വെച്ചിട്ട് ഒരാൾക്ക് എങ്ങനെയാ അത് ഹോൾഡ് ചെയ്ത് നിൽക്കുക? അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള റിട്രാക്ടേഴ്സ് ഇങ്ങനെ വെച്ച് മൗത്ത് ഓപ്പണിംഗ് ഡിവൈസസ് വെച്ചിട്ട് അതിൽ കൂടെ. ഓക്കേ. അപ്പോൾ പലപ്പം വോക്കൽ കോഡ് ക്യാൻസർ ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ സർജറി ചെയ്തു അന്ന് തന്നെ അസുഖം മാറിയെന്ന് തന്നെ നമുക്ക് കൺഫേം ചെയ്യാം. അന്നോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയോ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന പോലെ അത്രയ്ക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് ആണ്. തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അപ്രോച്ച് വ്യത്യാസം. ഇപ്പോൾ റോബോട്ടിക് തൈറോയ്ഡ് സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ കക്ഷത്തിലോ ചെസ്റ്റിലോ ഉള്ള ചെറിയ ചെറിയ പോയിന്റ്സിൽ കൂടെ ഈ റോബോട്ടിക് ഇൻസ്ട്രുമെൻറ്റ്സ് കയറും. എന്നിട്ട് നെക്കിലുള്ള ഭാഗത്ത് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ കഴുത്തിലുള്ള പാട് പലപ്പോഴും കഴുത്തിലുള്ള ഇങ്ങനൊരു മാർക്ക് കാണാം ചിലരിൽ ചെയ്തവർക്ക്, ആ മാർക്ക് വരില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു. പിന്നെ നെക്ക് മൂവ്മെന്റ്, നെക്കിലുണ്ടാകുന്ന നീര്, സർജറിക്ക് ശേഷം ഇമ്മീഡിയറ്റ്ലി ഉണ്ടാകുന്ന നീര്, അതൊക്കെ റോബോട്ടിക് സർജറിയിൽ കുറവായിരിക്കും. പക്ഷെ ഇപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ഒരു കാര്യം, നമ്മളത് പലപ്പോഴും അത് ചൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഇപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പടർന്നിട്ടുള്ള ഒരു ട്യൂമർ, അല്ലെങ്കിൽ കുറച്ചൊരു അഡ്വാൻസ് സ്റ്റേജ്, വലിയ നോഡ്യൂള്, ഇതൊക്കെ നമുക്ക് റോബോട്ടിക് സർജറി വേണോ ഓപ്പൺ സർജറി വേണോ എന്നുള്ളത് നമുക്കത് ഒരു ചോയ്സും കൂടിയാണ്. ആ രീതിയിൽ എടുക്കണം. പിന്നെ പേഷ്യൻ്റ് ചോയ്സ് ഒരു വലിയൊരു ഫാക്ടറാണ്. കാരണം ഇത് ബേസിക്കലി ഒരു ഫങ്ഷനിൽ ഉണ്ടാവുന്ന, അതായത് ഇപ്പോൾ ഒരു ക്വാളിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു വ്യത്യാസമാണല്ലോ. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഒരു ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒരു പ്രായമായിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാവുന്ന അതേ കൺസേൺ ആയിരിക്കില്ല ഒരു ചെറുപ്പമായിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടാവുക. അപ്പം ഐ തിങ്ക് ഈ റോബോട്ടിക് സർജറി തൈറോയിഡിനെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻ്റ് ഒരു വലിയൊരു ഫാക്ടറാണ്. പിന്നെ അതിൻ്റെ ഒരു കോസ്റ്റും ഉണ്ട്.
അപ്പോൾ അതും നമ്മളിപ്പോൾ പേഷ്യൻ്റിന് ഒരു ചോയ്സ് കൊടുക്കുമ്പോഴും അവരെ കഴിയുന്നതും കൺഫ്യൂസ് ചെയ്യാത്ത ഒരു ചോയ്സ് കൊടുക്കുകയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. ഒബ്വിയസ്ലി അത് കുറച്ച് കൂടുതലാണല്ലോ അല്ലേ? പക്ഷേ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ സക്സസ് റേറ്റ് പറയുവാണെങ്കിൽ ഡോക്ടേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക റോബോട്ടിക് സർജറി തന്നെ ആയിരിക്കും. അങ്ങനെ ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ തൈറോയിഡിൽ ഓപ്പൺ സർജറി വെച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും സക്സസ് റേറ്റ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. പിന്നെ വ്യത്യാസം വരുന്നത് ഈ പറയുന്ന കഴുത്തിലുള്ള പാട് മാർക്ക് ഒഴിവാക്കാം. ഇപ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് എഡീമ കുറവായിരിക്കും. നെക്ക് സെൻസേഷൻ തൊടുമ്പം ഓപ്പൺ സർജറി ചെയ്യുവാണെങ്കിൽ നെക്ക് സെൻസേഷൻ കുറച്ചൊരു സമയം എടുക്കും ഒരു പഴയ ലെവലിലേക്ക് അങ്ങ് ആവാൻ. പക്ഷെ റോബോട്ടിക് സർജറി ആണെങ്കിൽ ആ ഒരു സെൻസേഷനിലൊന്നും കാര്യമായിട്ട് വ്യത്യാസം വരില്ല. അപ്പോൾ കുറച്ചുകൂടി ഒരു ഫാസ്റ്ററായിട്ട് ഒരു ഫങ്ഷണലായിട്ട് പേഷ്യൻ്റ് വരുന്നതായിട്ടാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ക്യാൻസറിൻ്റെ ഒരു ഔട്ട്കം നമ്മൾ നോക്കുക, അസുഖം മാറുന്നതിൻ്റെ ഒരു ഔട്ട്കം നോക്കുകയാണെങ്കിൽ ഓപ്പൺ സർജറിക്ക് നമുക്ക് എല്ലാ രീതിയിലും അത് ഹാൻഡിൽ ചെയ്യാം. ഉദാഹരണത്തിന് ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണെങ്കിലും നമുക്ക് ഓപ്പൺ സർജറിയിലെല്ലാം ഓപ്ഷനും ഉണ്ട്. നമുക്കത് എടുക്കാനും അതിൻ്റെ റീകൺസ്ട്രക്ഷനും എല്ലാം ഓപ്പൺ സർജറി കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ റോബോട്ടിക് സർജറി കൂടുതലും കുറച്ചുകൂടെ ചെറിയ നൊഡ്യൂൾസും ഒക്കെ ആണെങ്കിലാണ് ചെറിയ നൊഡ്യൂൾസ്, ഇപ്പം ഞാൻ പറഞ്ഞില്ല ലോ റിസ്ക്, ഇൻ്റർമീഡിയറ്റ് റിസ്ക്, അപ്പോൾ അതിനായിരിക്കും കുറേയും കൂടെ ഒരു സ്യൂട്ടബിൾ ആവുക. ഇപ്പോൾ ഒരു ഹൈ റിസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പടർന്നത് അത് ഓപ്പൺ സർജറി ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ. ഈ തൈറോയിഡ് ആണെങ്കിലും ഹെഡ് ആൻഡ് നെക്കിൽ വരുന്ന ഇത് അൾസേഴ്സ് അല്ലെങ്കിൽ മൗത്തിൽ വരുന്നത്, തൊണ്ടയിൽ വരുന്ന ക്യാൻസർ, ഇതെല്ലാം 100% തന്നെ നമുക്ക് ക്യൂറബിൾ ആണെന്ന് ഡോക്ടർ സൂചിപ്പിച്ചു. പക്ഷെ ചില കേസിൽ കാണുന്നുണ്ട് ഇത്തരം സർജറി കഴിഞ്ഞു പോകുന്ന പേഷ്യൻസിന് പിന്നീട് അവർക്ക് റേഡിയേഷനും കീമോയും ഒക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു, അല്ലെങ്കിൽ റേഡിയേഷൻ എങ്കിലും. അതെന്തുകൊണ്ടായിരിക്കും? അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞത് തുടക്കത്തിലുള്ള സ്റ്റേജിനെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അതായത് ടിൽ ഒരു സ്റ്റേജ് 3 വരെ. അതെ. അതായത് ഓറൽ ക്യാൻസർ നമ്മൾ ഇതിന്റെ എല്ലാത്തിനും റിസൾട്ട്സ് മാറി മാറി വരും. അതായത് വായിലുണ്ടാകുന്ന ക്യാൻസറിന്റെ ഞാൻ പറഞ്ഞില്ല, ഒരു സ്റ്റേജ് 3 വരെ നമുക്കൊരു 90% കൂടുതൽ ആളുകൾക്ക് അസുഖം പൂർണ്ണമായിട്ടും തന്നെ ഭേദമാകും. പക്ഷേ സ്റ്റേജ് 4ലേക്ക് വരുമ്പോൾ 4A-B-C എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 4Aയും 4B എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ റിസൾട്ട്സ് കുറച്ചുകൂടെ കുറയും. സർജറിക്ക് പുറമെ മറ്റാളുകളും കൂടെ വരും. അതായത് ഇപ്പോൾ റേഡിയേഷൻ വരും, കീമോതെറാപ്പി വരും, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. സർജറി ആണെങ്കിലും കുറേ കൂടെ വലിയ സർജറി ആയിരിക്കും. അത് റീകൺസ്ട്രക്ഷൻ വേണ്ടി വരും. നമ്മളിപ്പോൾ ജോ എടുത്ത് മാറ്റാണ്, അതിൻ്റെ റീകൺസ്ട്രക്ഷൻ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അത് മറ്റ് ഭാഗങ്ങളിൽ നിന്ന് എടുക്കുന്ന ടിഷ്യൂ വെച്ചിട്ടായിരിക്കും അതിൻ്റെ റീകൺസ്ട്രക്ഷൻ ചെയ്യേണ്ടി വരിക. അപ്പം അത് കൂടി വരും. റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ മറ്റേത് 90% പ്ലസ് ആണെങ്കിൽ നമുക്കൊരു 70%, 60% ആ ലെവലിലേക്ക് കുറയും. ഇനി മറ്റു ഭാഗങ്ങളിലേക്ക് പടരുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എന്നാലും വലിയൊരു മെജോറിറ്റി ആളുകളിലും വലിയൊരു ശതമാനം ആളുകളിലും നമുക്ക് ചിലപ്പം അതിലൊരു ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതായത് നമുക്ക് അതിന് റിസൾട്ട്സ് അങ്ങനെ ഇല്ല. ഇപ്പം വോക്കൽ കോഡ് ക്യാൻസർ ആണ്, തുടക്കത്തിലെ വരികയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സ്റ്റേജ് 1 കിട്ടുന്നതെങ്കിൽ മിക്കവാറും അത് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ശബ്ദ വ്യത്യാസം ആളുകൾ തിരിച്ചറിയും. വരികയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് അത് ശരിയാക്കാം. പക്ഷെ അത് കുറച്ച് പടർന്നു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ട മുഴുവൻ എടുത്ത് മാറ്റേണ്ടി വരാം. അങ്ങനെ അതിൻ്റെ മോർബിഡിറ്റിയും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കൂടും. ബട്ട് തൈറോയ്ഡ് ജനറലി കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയാൽ പോലും നമുക്ക് പൂർണ്ണമായിട്ടും ശരിയാക്കാൻ പറ്റും. ഓക്കെ. ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ പുകയില എടുക്കുന്ന ആൾക്കാരുടെ ഒരു കാറ്റഗറി ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ കാണുന്ന വേറൊന്നാണ് വെറുതെ പാക്ക് വായിലിട്ടിട്ട് പാക്ക് ഇങ്ങനെ ചൂ ചെയ്തുകൊണ്ട് നടക്കുന്ന കൂട്ടവും ഉണ്ട്. അത്തരത്തിൽ യൂസ് ചെയ്യുന്നതും ഇങ്ങനെ ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുമോ? തീർച്ചയായിട്ടും. പാക്കും ഈ ടൈപ്പ് ഇതുപോലത്തെ ഒരു അഡിക്ഷനും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. കാരണം ഞാൻ പലപ്പോഴും ചെറുപ്പക്കാർ, പല ആളുകളെയും കണ്ടിട്ടുണ്ട്, അവർ ടുബാക്കോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 20 വർഷം മുമ്പൊക്കെ കുറച്ചു കാലം കോളേജിൽ പഠിക്കുമ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് വേറൊരു ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ കൂടെയുള്ള കൊലീഗ്സുമായിട്ട് ചേർന്നിട്ട് ഒരു അല്പകാലം അത്രേ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അസുഖം വരുന്നത് ഇപ്പോൾ ഒരു 20 ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് വായിൽ ക്യാൻസർ വരാം. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് നല്ലതല്ല. അപ്പം ഇതേപോലത്തെ പാക്ക് ഉപയോഗിക്കുക അതൊന്നും നമുക്കതെല്ലാം ക്യാൻസർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും. ഓക്കെ. ഈ തൊണ്ടയുടെ ക്യാൻസർ വരുമ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഡോക്ടർ? തൊണ്ട മാറ്റുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? അതും സ്റ്റേജ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കാണുവാണ്, വോക്കൽ കോഡ് കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രൊസീജിയറായിട്ട്, അതായത് പേഷ്യൻ്റ് വരുന്നു,
അന്ന് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് ട്രാൻസോറൽ ലേസർ സർജറി എന്ന് പറയും, വായിക്കൂടെ തന്നെ ലേസർ ഉപയോഗിച്ച് വോക്കൽ കോഡിൻ്റെ അസുഖമുള്ള ഭാഗം ചെറിയൊരു മാർജിൻ, ഒരു 1 to 2 മില്ലിമീറ്റേഴ്സ് മാർജിനോട് കൂടി എടുത്ത് മാറ്റുന്നു. മിക്കവാറും ഒരു 90% നമ്മൾ ഒരു 94% ആളുകളിലും അത് ക്യൂർ ആവുന്നതായിട്ടാണ് നമ്മളുടെ ഒരു ഡേറ്റ. അപ്പം വളരെ നല്ല റിസൾട്ട്സ് ആണ്. പക്ഷേ കാരണം എന്താ വെച്ചാൽ ഈ വോക്കൽ കോഡിൻ്റെ എഡ്ജസിലേക്ക് വരുന്ന സ്ഥലത്ത് നമുക്ക് ഈ ബ്ലഡ് സപ്ലൈയും അതിൻ്റെ ലിംഫാറ്റിക് ഡ്രെയിനേജും ഇപ്പോൾ ഈ കടലുകളിലേക്ക് പടരാനുള്ള സാഹചര്യമൊക്കെ വളരെ കുറവാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു അനാറ്റമി. പക്ഷേ കുറച്ചുകൂടെ അങ്ങ് മാറിക്കഴിയുമ്പോൾ സ്റ്റേജ് മാറുന്നതനുസരിച്ചിട്ട് അത് കഴുത്തിലോട്ട് പടരാനുള്ള സാധ്യത കൂടും. നമ്മുടെ ഇപ്പം ഇവിടെയുള്ള തരുണാസ്ഥി ഉണ്ട്, കാട്ടിലേജിലേക്ക് പടരാനുള്ള സാധ്യത കൂടും. അങ്ങനെ വരുമ്പം നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ തൊണ്ട മുഴുവൻ എടുത്തു മാറ്റുക എന്ന് പറയുന്ന സർജറി ആവാം, അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പിയും കൂടെ ചേർന്നിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആവാം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അതുപോലെ തന്നെ ഇരിക്കും. ഈ തൊണ്ട എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു മാറ്റിക്കഴിഞ്ഞിട്ട് എങ്ങനെ പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു റീപ്ലേസ് ചെയ്യുന്നത്? എങ്ങനെയാണ് അത്? തൊണ്ട നമ്മൾ എടുത്ത് മാറ്റുക എന്ന് പറയും. തൊണ്ടയ്ക്കുള്ള ഒരു ഫങ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ നമ്മുടെ ശ്വാസകോശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ട നമ്മളുടെ അടയണം, അല്ലെങ്കിൽ ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് പോകാം. അപ്പോൾ ഈ 2 ഫങ്ഷനാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. തൊണ്ട എടുത്ത് മാറ്റുക എന്ന് പറയുമ്പോൾ, കാരണം തൊണ്ട പലപ്പോഴും അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അതിൽ ക്യാൻസർ ഉണ്ടാവാം. തൊണ്ട ഫങ്ഷൻ ചെയ്യാതിരുന്നാലും നമുക്ക് പ്രശ്നമാണ്. ഇപ്പോൾ റേഡിയേഷനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പേർക്ക് തൊണ്ട ഫങ്ഷൻ ചെയ്യാണ്ടങ്ങായി പോവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമോ വെള്ളം കുടിക്കുന്നതോ ഒക്കെ ലങ്സിലോട്ടൊക്കെ പോവാം. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് തൊണ്ട എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് തൊണ്ടയുടെ ഈ മേൽഭാഗം, ലാരിങ്സ്, നമ്മളത് എടുത്ത് മാറ്റുന്നു. ഈ വിൻ പൈപ്പ് പുറത്തേക്ക് തുറന്നു നിൽക്കുന്ന രീതിയിൽ കഴുത്തിലോട്ട് എടുത്ത് വെക്കുന്നു, തുറന്നു വെക്കുന്നു. ബേസിക്കലി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വഴിയും ശ്വാസം എടുക്കുന്ന വഴിയും നമ്മളത് ഡൈവേർട്ട് ചെയ്യുകയാണ്. രണ്ടും ഇതുവരെ നമ്മൾ പൊതുവെ ഭക്ഷണം കഴിക്കുന്നതും ശ്വാസം എടുക്കുന്നതും ഒരു ജംഗ്ഷൻ, ഫുഡ് പൈപ്പും വിൻ പൈപ്പിലേക്കും. അപ്പോൾ ആ ഫുഡ് പൈപ്പ് വിൻ പൈപ്പ് എത്തുന്ന ആ ഒരു സ്ഥലം വരെ രണ്ടും ഒരേ പാസേജ് ആണ്. അതെ. അപ്പം നമ്മൾ തൊണ്ട എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് ഈ വിൻ പൈപ്പിനെ പുറത്തോട്ട് തിരിച്ചു വെക്കും, ഫുഡ് പൈപ്പിനെ സെപ്പറേറ്റ് ആവും. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഫുഡ് പൈപ്പ് വഴി ഭക്ഷണം പോകും, ഈ ലങ്സിലോട്ട് ഒന്നും പോകുകയില്ല. വിൻ പൈപ്പ് ഇവിടെ തന്നെ ഇരിക്കും. അപ്പം പിന്നെ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ സംസാരിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സംസാരിക്കാനുള്ള ചില നമുക്ക് വാൽവുകളുണ്ട്, സ്പീച്ച് വാൽവ്സ് ഉണ്ട്. അപ്പോൾ ഈ വിൻ പൈപ്പ് തുറന്നിരിക്കുന്നിടത്ത് നമ്മൾ ഈ വാൽവ് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ പേഷ്യൻറ്റിന് വിരൽ അടച്ചു പിടിച്ചിട്ടും ചില സമയത്ത് നമുക്കിപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വിരൽ അടച്ചു പിടിക്കാതെയും പേഷ്യൻറ്റിന് സംസാരിക്കാൻ പറ്റും. അപ്പം ഈ ശ്വാസകോശത്തിൽ നിന്നുള്ള വായുക്കൂടെ ഡൈവേർട്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ ഇലക്ട്രോ ലാരിങ്സ് എന്ന് പറയുന്ന ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ കഴുത്തിൽ വെച്ചിട്ട് അങ്ങനെ സംസാരിക്കാം. അതെ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു പ്രൊസീജിയർ കഴിഞ്ഞു സക്സസ്ഫുൾ ആയി എന്ന് കഴിയുവാണെങ്കിൽ ഇതെല്ലാം കംപ്ലീറ്റ്ലി അങ്ങനെ ഒരാൾ ഇപ്പം ഞാനൊക്കെ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ബാക്ക് ടു നോർമലിലേക്ക് തന്നെ വരും അവരുടെ കംപ്ലീറ്റ് എല്ലാ ഫങ്ഷനിങ്ങും, ഈവൻ കാഴ്ചയ്ക്കും എല്ലാം? 100% നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാരണം തൊണ്ട എടുത്ത് മാറ്റി ഇവിടേക്കല്ലേ വിൻ പൈപ്പ് തുറന്നിരിക്കുന്നത്. നമുക്ക് ആ ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ചെറുതെന്ന് അങ്ങനെ പറയാം. പക്ഷേ അത്ര ചെറുതല്ലാത്ത ബുദ്ധിമുട്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സംസാരിക്കുന്ന ഒരു മെക്കാനിസം മാറി. പിന്നെ നമുക്ക് മുങ്ങി കുളിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പം നമ്മൾ മുങ്ങി കുളിക്കുന്നവരല്ല, പക്ഷെ എന്നാൽ മുങ്ങി കുളിക്കാനുള്ള ആ ഒരു ഫ്രീഡം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഓഫ് ലൈഫോടുകൂടി നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ സംസാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് ഞാൻ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ ഡോക്ടറിൻ്റെ അടുത്തൊന്ന് ചോദിക്കാം. പിന്നെ ഇതിലൊക്കെ നമ്മൾ പൊതുവെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഇതൊക്കെ വരുമ്പം ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ് ഡോക്ടർ? എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ തൈറോയിഡ് ആണെങ്കിലൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഒരു പേഷ്യൻ്റ് പോവുക തീർച്ചയായിട്ടും എൻഡോക്രൈനോളജിയിലേക്കായിരിക്കും അല്ലേ? അപ്പോൾ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ പോയി കാണണമെങ്കിൽ എന്തൊക്കെ ഒരു ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് തൈറോയിഡിൻ്റെ ആണെങ്കിലും ബാക്കി പറഞ്ഞ ത്രോട്ട് ക്യാൻസറിൻ്റെയോ അല്ലെങ്കിൽ നാവിൽ വരുന്നുണ്ടല്ലോ, ഇതൊക്കെ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് ഇവരൊരു ഡോക്ടറിനെ സമീപിക്കേണ്ടത്? വായിലുണ്ടാവുന്ന ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഉണങ്ങാത്ത മുറിവ്, വെള്ളപ്പാടുകൾ. ഈ വെള്ളപ്പാടെന്ന് ഉദ്ദേശിക്കുന്നത് നാവിലാണോ? നാവേലോ കവിളയിലോ
വായില് വെള്ളപ്പാട് വരുന്നു, മാറാതിരിക്കുന്നു. പിന്നെ അതിന് പ്രത്യേകിച്ച് അത് കട്ടിയുള്ള വെള്ളപ്പാടുകളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ ഉണങ്ങാത്തതും കൂടി വരുന്നതായിട്ടുള്ള അൾസേഴ്സ്, മുറിവുകൾ, അത് നമ്മൾ ശ്രദ്ധിക്കണം. തൊണ്ടയിലാണെങ്കിൽ നമ്മുടെ ശബ്ദത്തിലുണ്ടാവുന്ന വ്യത്യാസം, കൂടി വരുന്ന ശബ്ദത്തിലുണ്ടാവുന്ന വ്യത്യാസം, അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഒരു പരിശോധന തീർച്ചയായിട്ടും നടത്തണം. പിന്നെ തൈറോയിഡിലാണെങ്കിൽ നമ്മൾ പലപ്പോഴും മുഴകളായിട്ടായിരിക്കും നമ്മൾ കാണുക. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭക്ഷണം ഇറക്കാനും ശബ്ദത്തിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ പൊതുവെ കുറച്ചുകൂടി ലേറ്റാണ്. പക്ഷെ മുഴകളായിട്ടായിരിക്കും പൊതുവെ കാണുക. അപ്പം എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഡോക്ടർ മിക്കവാറും പരിശോധിച്ചിട്ടാണെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു എൻഡോക്രിനോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി അദ്ദേഹം ഡയഗ്നൈസ് ചെയ്തു ഇതാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പേഷ്യൻ്റ് വരുന്നത് ഡോക്ടറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും, വിച്ച് ഈസ് ഹെഡ് ആൻഡ് നെക്ക് സർജറിൻ്റെ അടുത്തേക്കായിരിക്കും വരുന്നത്, അല്ലേ? ഓക്കെ. ഇനി ഇത്തരത്തിൽ ഈ സ്റ്റേജ് 3 ആയാലും സ്റ്റേജ് 4 ഒക്കെ ആയിക്കഴിഞ്ഞാലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തുണ്ടെങ്കിലും ഭയങ്കര സ്മെല്ലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാർ സംസാരിക്കുമ്പം അവരുടെ വായിലൂടെ ഒക്കെ ഒരു വല്ലാത്തൊരു സ്മെല്ല് വരുമെന്ന്. ഇത് കംപ്ലീറ്റ് ക്യൂറബിൾ ആണെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതോടെ ഈ സ്മെല്ലും ഇതെല്ലാം പോവോ? അപ്പോൾ ക്യൂർ ആയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്മെല്ലിന്റെ ഈ പറയുന്ന ഈ അസുഖത്തിന് എല്ലാത്തിനും അങ്ങനെ ഒരു സ്മെല്ല് ഉണ്ടാവാറില്ല. നമുക്ക് സ്മെല്ല് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ഈ വായി ക്ലീൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നിരിക്കട്ടെ. തുടക്കത്തിലാണെങ്കിൽ ഇപ്പൊ നാവ്, ഇപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ നാവിൽ ഇപ്പൊ ഒരു അൾസർ ഉണ്ട്, ഒരു ക്യാൻസർ ഉണ്ട്, നമുക്ക് പല്ല് തേക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ മോണയിൽ ഇതുണ്ട്, പല്ല് തേക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം ഉണ്ടാവുന്ന ഒരു ഹൈജീൻ ഇഷ്യൂ, പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫെക്ഷൻ, അത് കാരണമുള്ള ഒരു സ്മെല്ല് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഡോക്ടറിന്റെ അടുത്ത് സംശയം ചോദിക്കാനായിട്ട് ഒരാൾ കോളിലുണ്ട്, നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഹലോ അജന്തി. നമസ്കാരം അജന്തി. ഡോക്ടർ എന്റെ കൂടെയുണ്ട്, ചോദിച്ചോളൂ എന്താ ഡൗട്ട് എന്ന് വെച്ചാൽ കേട്ടോ. നമസ്കാരം അജന്തി. ഞാനേ എന്റെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വായുടെ ഇവിടെ സൈഡ് കടിക്കുകയും നാവ് കടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശീലമുണ്ടേ. അപ്പം അത് അങ്ങനെ വരുമ്പോഴത്തേനും ചെറുതായിട്ട് പൊട്ടും, പിന്നെ അത് ഹീലാവും, പിന്നെയും പൊട്ടും, ഹീലാവും. അപ്പൊ നമ്മള് ആദ്യമേ ഇവിടെ ഡോക്ടറിനെ കൊണ്ട കാണിച്ചു, അവരൊരു ഓയിൽമെന്റും കാര്യങ്ങളും ഒക്കെ തന്നു, നമ്മളത് കുഴപ്പമില്ലായിരുന്നു. പിന്നെയും അങ്ങനെ തന്നെ ആവർത്തിക്കുന്നു. അപ്പം കൊണ്ട കാണിച്ചൊരു ദന്ത ഡോക്ടറെയായിരുന്നു, അവരും മെഡിസിൻ ഒക്കെ തന്നു. മെഡിസിൻ ഒക്കെ തന്നിട്ടും ഈ ഒരു ശീലവും നമുക്ക് മാറുന്നില്ല, ഇങ്ങനെ ഈ എന്താ പറയാ ഈ പൊട്ടുന്ന ഇതും മാറുന്നില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഇതൊന്ന് നീ കൊണ്ട് ചെക്ക് ചെയ്യണം, കാരണം ഇതുപോലെ ക്യാൻസറിന്റെ ഒക്കെ തുടക്കത്തില് ഇങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സംശയം, ഇത് ഞാൻ പേടിക്കേണ്ട ഒരു കാര്യമാണോ? എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരുന്നേ എന്നുള്ളതൊന്ന് പറഞ്ഞു തരുമോ? അല്ല, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കടി വരുന്നുണ്ടെങ്കിൽ ഈ പല്ല് നമ്മുടെ അലൈൻമെന്റിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പല്ല് കറക്റ്റായിട്ട് നിരയിലാണോ നിൽക്കുന്നത്? നിരയിലാണ്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഫ്രീക്വൻ്റ് ആയിട്ടൊരു കടി വരുന്നതെന്നുള്ളത് എനിക്ക് തോന്നുന്നത് അത് നമ്മളത് വായി നോക്കിയാൽ നമുക്ക് ഒരു പക്ഷേ ഒരു ഡെന്റിസ്റ്റിന് ഒക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കാണുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനത്തെ ഈ മസിൽസ്, ചിലർക്ക് അങ്ങനെയുണ്ട് കടിക്കുന്ന പ്രകൃതമുള്ള, അപ്പം അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ മസിൽ റിലാക്സൻസ് അങ്ങനത്തെ മരുന്നുകൾ കൊടുത്താൽ യൂസ്ഫുൾ ആവാം. എപ്പോഴും അത് സാറിനോട് സംസാരിക്കുമ്പോഴും അതെ, ഇങ്ങനെ അറിയാണ്ട് ഇങ്ങനെ കടിച്ചു പോകുന്നുണ്ട് നമ്മൾ. അപ്പോൾ അത് നമുക്ക് അതിനൊരു പരിശോധന ആവശ്യമാണ്. ചിലപ്പോൾ അത് ഈ മസിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാവാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ അതിന് മരുന്നുകൾ കൊടുക്കാം. പിന്നെ ചിലർക്ക് അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങനെ ഒരു കടിയുടെ പ്രശ്നമുണ്ട്, രാത്രി ഉറങ്ങുമ്പോൾ കടിക്കുന്നു, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡിവൈസസ് ആ കടി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അതായിരിക്കും വേണ്ടത്. അപ്പം നമുക്ക് എന്താണെങ്കിലും പല്ലിനും അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്താണെങ്കിലും അതിനൊരു ഒരു എക്സാമിനേഷൻ ആവശ്യമാണ് കേട്ടോ. പിന്നെ ഏതെങ്കിലും ഇങ്ങനെ കടി വന്നു പോയിട്ട് ഒരു അൾസറേഷൻ വരികയാണ്, അത് മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം നമ്മൾ. മെഡിസിൻ ചെയ്യുമ്പോൾ അത് മാറും, പിന്നെയും കടിച്ചു കഴിയുമ്പോൾ പൊട്ടും, അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനെന്താണെങ്കിലും ഒന്ന് കണ്ടിട്ടൊന്ന് ഒരു തറോ എക്സാമിനേഷൻ വേണ്ടി വരും. ഡോക്ടർ താങ്ക് യു. അതാ ഞാനും ഡോക്ടറിന്റെ അടുത്ത് ആദ്യം ചോദിച്ചത്. കാരണം ഈ ഉള്ളില്
കവിള് കടിക്കുന്നത് കുറെ പേര് ഇങ്ങനെ പറഞ്ഞ് കേട്ടിരിക്കുന്ന ഒന്നാണ്. അറിയാണ്ട് ഇപ്പൊ ഇവരും പറഞ്ഞത് തന്നെ ഇടയിൽ ഇങ്ങനെ കടിക്കണ ഒരു ടെൻഡൻസി. അതിനെ നമുക്കിപ്പോ ഡോക്ടർ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഡിവൈസ് വെക്കാന്നോ, അതെങ്ങനെയാ ഡോക്ടർ പ്രാക്ടിക്കൽ ആവുന്നത്? എങ്ങനെയാ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുക? ചിലരുടെ ഒരു ഹാബിറ്റായി മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഹാബിറ്റായി മാറിയിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്കത് അതിൻ്റെ ഒരു കാരണം എന്താണെന്നുള്ളത് നോക്കേണ്ടി വരും. ചിലപ്പം മസിൽ റിലാക്സൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വ്യത്യാസം വരാം. പിന്നെ അതിനെപ്പറ്റി കുറച്ചുകൂടി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്താലും പലപ്പോഴും അത് ഒഴിവാക്കാൻ പറ്റുന്ന, ഭക്ഷണം കഴിയുന്ന സമയത്ത് ചിലപ്പോൾ അറിയാതെ കടിച്ചു പോകാന്നൊക്കെ പറയുന്ന ആളുകൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡെന്റൽ അലൈൻമെന്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അതായിരിക്കാം ഒരു പക്ഷേ ഫ്രീക്വന്റ് ആയിട്ട് ഇപ്പൊ തന്നെ ലേഡി പറയണ അവര് ഡോക്ടറിനോട് സംസാരിക്കുമ്പോൾ പോലും അവര് കടിക്കണമെന്ന്. അപ്പൊ തീർച്ചയായിട്ടും അലൈൻമെന്റിന്റെ ഡിഫറൻസ് കൊണ്ടായിരിക്കാം ചീക്ക് എപ്പോഴും പല്ലിന്റെ ഇടയിലേക്ക് പോകുന്നുണ്ടാവുക അല്ലേ? പിന്നെ ഈ കവിളിൽ എന്തെങ്കിലും ഈ ഇൻഫ്ലമേഷൻ, അതായത് വീക്കം, അങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. ഓക്കെ ഡോക്ടർ, ഇനി നമുക്ക് സെഗ്മെന്റിലേക്ക് പോവാം. സെഗ്മെന്റിന്റെ പേര് പറയാതെ വയ്യ. തൈറോയ്ഡ് ക്യാൻസർ വന്നു, തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്തു, പിന്നീട് ജീവിതകാലം മുഴുവൻ തൈറോയ്ഡ് മരുന്ന് കഴിക്കേണ്ട അവസ്ഥ ഉണ്ടല്ലോ. ഈ മരുന്ന് ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? തൈറോയ്ഡ് ഗ്രന്ഥി മുഴുവനായിട്ടും നീക്കം ചെയ്താൽ തൈറോയ്ഡ് ഹോർമോൺ കഴിച്ചേ മതിയാവൂ. പക്ഷേ നമുക്കതിൽ പോസിറ്റീവായി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, അത് വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ള ഗുളികയല്ല. സ്ഥിരമായിട്ട് കഴിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല. നമ്മൾ തൈറോയ്ഡ് ഫംഗ്ഷൻ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോർമൽ ലെവലിൽ നിർത്തിയാൽ മതി. പിന്നെ മാത്രമല്ല, എന്തെങ്കിലും കാരണവശാൽ നമ്മൾ അതൊന്ന് 1-2 ദിവസം വിട്ടുപോയി എന്നാലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നും സംഭവിക്കുന്നതല്ല. നമ്മൾ കുറേ ദിവസമൊക്കെ വിട്ടുപോകുമ്പോഴേ അങ്ങനെ പ്രശ്നമുള്ളൂ. പക്ഷേ ഇതൊരിക്കലും ഗുളിക ഒഴിവാക്കാനുള്ള ഒരു കാരണമായിട്ട് എടുക്കരുത്. നമ്മൾ സ്ഥിരമായിട്ട് തന്നെ കഴിക്കുകയാണ് വേണ്ടത്. പക്ഷേ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാത്ത, നമുക്ക് കഴിക്കണം എന്നുള്ളത് മാത്രം. നമ്മൾ ദിവസവും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ദിവസവും ചായ കുടിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് തൈറോയിഡിന്റെ ഗുളിക കേട്ടോ. ഈ ബ്ലഡിലുള്ള തൈറോയ്ഡ് വേരിയേഷൻസ് വരുമല്ലോ, അതിൽ വരുന്ന ആ വേരിയേഷൻ കൊണ്ടും തൈറോയ്ഡ് ക്യാൻസറിലേക്ക് അത് ലീഡ് ചെയ്യോ? അങ്ങനെയില്ല. അതുകൊണ്ട് തൈറോയ്ഡ് ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പലപ്പോഴും ചില ഈ ഓട്ടോ ഇമ്മ്യൂൺ ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആളുകളിൽ തൈറോയ്ഡ് ക്യാൻസർ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അത്രയൊരു എക്സാക്ട് റിലേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കേണ്ടതായിട്ടുള്ളതുണ്ട്. ഓക്കെ. പിന്നെ ഈ തൈറോയ്ഡ് ക്യാൻസർ എന്തുകൊണ്ടായിരിക്കും സ്ത്രീകളിൽ കൂടുതൽ വരാനായിട്ടും? അത് സ്ത്രീകളുടെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് മാത്രമാണോ? കമ്പാരിറ്റീവ്ലി പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളിലല്ലേ ഡയഗ്നോസ് ചെയ്യണത്? അതിന്റെ പിന്നിലത്തെ ഒരു കാരണം ഒരു ഹോർമോണൽ റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെ നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ. വേറെ അങ്ങനെ അതിനൊരു പ്രത്യേകിച്ചൊരു കാരണം പറയാൻ തൽക്കാലം നമ്മുടെ കയ്യിലില്ല. ഇല്ല. അപ്പോൾ അത് തന്നെയാണെങ്കിലും ഈ സ്ത്രീകളിൽ തന്നെയും ഏർലി ഏജിലും വരുമോ, അതോ കുറച്ചും കൂടെ ലേറ്റ് ഏജിലേക്കാണോ തൈറോയ്ഡ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാറുള്ളത്? അത് എല്ലാ ഏജിലും, പ്രത്യേകിച്ചും ഏർലി ഏജിലും കാണുന്ന ഒരു ക്യാൻസർ. പ്യൂബർട്ടി ആവണം എന്തായാലും? യൂഷ്വലി പക്ഷേ എല്ലാ ഏജിലും കാണാം. പക്ഷെ പ്യൂബർട്ടി ആവണം നിർബന്ധമില്ല. ഇല്ല അല്ലാണ്ടും വരാം. പക്ഷെ അത് റെയറാണ്. ഓക്കെ. പ്യൂബർട്ടി ആയി കഴിഞ്ഞിട്ടുള്ളവരിലാണ് കൂടുതലും കാണുന്നത്. ഓക്കെ, ശരി. തൊണ്ടയിൽ ക്യാൻസർ വന്നാൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ല. സംസാരത്തെ ഇത് പൂർണ്ണമായും ബാധിക്കുമോ? ഇല്ല. നമ്മൾ തുടക്കത്തിൽ കാണുകയാണെങ്കിൽ സംസാരത്തിന് ഇല്ല പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ജോലികളൊന്നും ചെയ്യാനൊന്നും യാതൊരു പ്രശ്നമില്ലാതെ നമുക്ക് മാനേജ് ചെയ്യാം. തുടക്കത്തിൽ കാണണമെന്നേ ഉള്ളൂ. ഓക്കെ. മുള്ളാത്ത പോലുള്ള ഫലങ്ങൾ കഴിച്ചാൽ ക്യാൻസർ മാറ്റാം എന്ന് കേട്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം എഫക്റ്റീവാണ്? ഇതൊന്നും ശരിയല്ല. നമുക്കൊരു എവിഡൻസ് ഉള്ളതൊന്നല്ല ഇതൊന്നും. നമുക്കെപ്പോഴും എവിഡൻസ് ബേസ്ഡ് ആയിട്ട് പോവുകയാണ് നല്ലത്. അപ്പം മുള്ളാത്തക്കൊന്നും അങ്ങനെ ഒരു എവിഡൻസ് പറ്റില്ല. ഞാൻ ഒരിക്കലും പലപ്പോഴും പേഷ്യൻസ് എല്ലാം ഈ മറ്റ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തിട്ട് വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. റിസൾട്ട്സ് നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അതിലൊരു റിസൾട്ട്സ് കണ്ടിട്ടില്ല. പലപ്പോഴും അത് സ്റ്റേജ് കൂടിയിട്ട് വരുന്നതായിട്ടാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പഠിച്ചിട്ട് ഒരു എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. തൈറോയ്ഡ് ക്യാൻസർ വരുന്ന പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നത് ആലോചിച്ചിട്ട് മതി, അങ്ങനെയുണ്ടോ? യാതൊന്നുമില്ല. ഇല്ല. കാരണം തൈറോയ്ഡ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൺസീവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറയുന്നു, വെരി ഡിഫിക്കൽട്ടാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പേ ചിലർ പോയി ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേരത്തെ അറിയുന്നവരാണെങ്കിൽ അതിനെ ഒന്ന് നോർമലൈസ് ചെയ്തിട്ട് കല്യാണത്തിലേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ പലരും പല രീതിയിൽ ഇങ്ങനെയൊക്കെയാണ്
ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വാസ്തവം എല്ലാവരും പേടിച്ചിട്ട് ഇത് തന്നെയാണ്, ഇതുണ്ടെങ്കിൽ അതിനെ കൺസീവ് ചെയ്യാനുള്ള ആ കുട്ടിയുടെ കഴിവിനെ അത് ഇതാക്കും, റെസ്ട്രിക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതിനകത്ത് പറയുന്ന ഒരു ഫാക്റ്റ്. അല്ല, തൈറോയ്ഡ് ഫംഗ്ഷൻ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഏജിലാണെങ്കിലും അത് കറക്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ തൈറോയ്ഡ് ക്യാൻസർ വന്നിട്ടുള്ള ഒരാൾ കല്യാണം കഴിക്കുക അത് യാതൊരു പ്രശ്നവുമില്ല. കാരണം എൻ്റെ തന്നെ എത്രയോ പേഷ്യൻസ് സർജറി കഴിഞ്ഞ ശേഷം കല്യാണം കഴിച്ചിട്ടുണ്ട്, കുട്ടികളുണ്ടായിട്ടുണ്ട്, അവർ പടങ്ങളൊക്കെ ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട്. ക്വാളിറ്റി ഓഫ് ലൈഫിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അതിനെപ്പറ്റി യാതൊരു കൺസേണും വേണ്ട. പിന്നെ ആകെ ഇത്രയേ ഉള്ളൂ, തൈറോയ്ഡ് ക്യാൻസറിന് നമുക്കിപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ട് നമ്മളപ്പോൾ അതിനൊരു റേഡിയോ അയഡിൻ പോലെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നാൽ നമുക്കൊരു വർഷത്തേക്കൊക്കെ നമ്മൾ പ്രഗ്നൻസി ഒഴിവാക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഓ, ഓക്കെ. അപ്പം നമ്മളൊക്കെ എത്രയോ തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇതുപോലത്തെ ആൾക്കാർ പറഞ്ഞു തരുമ്പോൾ നമ്മളത് മനസ്സിലാക്കുക, അല്ലാതെ ഉടനെ കല്യാണമേ വേണ്ട എന്ന് വെക്കുകയൊന്നും വേണ്ട. യാതൊരു ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും ഇതെല്ലാം നമ്മുടെ ടെക്നോളജി ഒരുപാട് വളർന്നു കഴിഞ്ഞു, ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. അപ്പം നമുക്ക് ഇതെല്ലാം എന്ത് പ്രശ്നമാണെങ്കിലും അതിനൊക്കെ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്, അല്ലേ? ഓക്കെ. അൽഫാം, അച്ചാർ ഇത് രണ്ടും അമിതമായാൽ ക്യാൻസർ ക്ഷണിച്ചു വരുത്തിയേക്കാം, ശരിയാണോ? നമുക്ക് ഈ സ്പൈസസ് എന്താണെങ്കിലും, സ്പൈസസ്, ഫാസ്റ്റ് ഫുഡ് എന്താണെങ്കിലും നമ്മളത് വളരെ റെസ്ട്രിക്റ്റ് ചെയ്യുക നല്ലത്. അതിന് അതിൻ്റെതായിട്ടുള്ള റിസ്ക് തീർച്ചയായിട്ടും ഉണ്ട്. ക്യാൻസർ മാത്രമല്ല, മറ്റു പല പ്രശ്നങ്ങൾക്കും. കോളേജ് സമയത്തുള്ള യുവാക്കളുടെ നമ്മൾ പറഞ്ഞു പോയതാണ് പാൻ മസാല, പുകയില ഉപയോഗം ഇതെല്ലാം പിന്നീട് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഓ, തീർച്ചയായിട്ടും. ഒരിക്കലും അത് ഉപയോഗിക്കാനേ പാടില്ല. കാരണം ആ സമയത്ത് ഒരു കൂട്ടുകെട്ടിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു, പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നത് വളരെ നമ്മൾ മറ്റൊരു സ്റ്റേജിൽ വളരെ ഒരു കഷ്ടമായിരിക്കും. വായിൽ വരുന്ന ക്യാൻസർ റിപ്പീറ്റ് ആയി വരാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, അപ്പം നമുക്കൊരു സ്റ്റേജ് ബേസ്ഡ് ആണ് തിരിച്ചു വരാനുള്ള സാധ്യതയൊക്കെ. അപ്പം ഒരു സ്റ്റേജ് 1 ആണെങ്കിൽ നമുക്കൊരു 96% ആളുകൾക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ക്യൂർ ആവുന്നതാണ്. പക്ഷേ എന്നാലും ഒരു 4% ആളുകൾക്ക് തിരിച്ചു വരാൻ അങ്ങനെ. അപ്പോൾ ഓരോ സ്റ്റേജ് കൂടുന്നതനുസരിച്ചിട്ട് തിരിച്ചു വരാനുള്ള പെർസെൻറ്റേജ് കൂടി വരും. ഇപ്പോൾ സ്റ്റേജ് 4A, സ്റ്റേജ് 4B എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 30 to 40% ആളുകൾക്ക് ട്രീറ്റ്മെൻറ്റ് എല്ലാം എടുത്താലും തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ഒക്കെ പറയുന്നത്. ഓക്കെ. ഇതൊക്കെ ഈ പറഞ്ഞ ഇതിനൊക്കെ ഒരു ഹോസ്പിറ്റലിലുള്ള സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വരും? അതിൻ്റെ ഒരു ഇതെങ്ങനെയാണ് ഡോക്ടർ? ഓരോ അസുഖം അനുസരിച്ചിട്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, വോക്കൽ കോഡ് ക്യാൻസർ ആണെങ്കിൽ സർജറി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഡെഫിനറ്റ് ആയിട്ട് തന്നെ, അതായത് മെജോറിറ്റി ആളുകൾക്ക് നെക്സ്റ്റ് ഡേ തന്നെ പോവാം. ചിലർക്ക് അന്ന് തന്നെ വേണമെങ്കിലും ഒരുപക്ഷെ പോവാം. ഇപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ ആണെങ്കിൽ അതും ഒരു സ്റ്റേജ് അനുസരിച്ച്, പക്ഷേ എന്നാലും ജനറലി ഒരു 2 to 5 days കൊണ്ട് തൈറോയ്ഡ് ക്യാൻസർ പേഷ്യൻസിനെല്ലാം തന്നെ ഡിസ്ചാർജ് ആവാൻ പറ്റാറുണ്ട്. പക്ഷെ വായിലുണ്ടാവുന്ന ക്യാൻസർ ആണെങ്കിൽ നമുക്ക് കുറേയും കൂടി ഒരു സമയം എടുക്കും. കാരണം അതിൻ്റെ ഒരു മോർബിഡിറ്റി കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്നാലും അതൊരു 5 to 7 days കൊണ്ട് മിക്കവാറും ആളുകൾക്ക് ഡിസ്ചാർജ് ആവാം. പക്ഷെ ഒരു മേജറായ ഒരു റീകൺസ്ട്രക്ഷൻ, നമ്മൾ ജോ മുഴുവനായിട്ട് മാറ്റി വെക്കുന്നു, തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു 10 to 14 days ഒക്കെ ഒരു പക്ഷേ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരാം. ഓക്കെ. ഇനി ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും അവർ അത് കഴിഞ്ഞ് ഒരു കുറച്ച് നാളത്തേക്ക് ഇതിൻ്റെ ഫോളോ അപ്സും മെഡിക്കേഷനും ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊരു ഒരു കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ പിന്നെ അവർ കംപ്ലീറ്റ്ലി ഇതിൽ നിന്നെല്ലാം റിക്കവർ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ മെഡിസിൻ അവർക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരുമോ? സ്ഥിരമായിട്ടുള്ള മെഡിസിൻ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സമാധാനം. ഹെഡ് ആൻഡ് ക്യാൻസർ എനിക്ക് എപ്പോഴും ഒരു സന്തോഷം തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ വായിലുണ്ടാവുന്ന ക്യാൻസർ ആണെങ്കിലോ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ സ്ഥിരമായിട്ട് മരുന്നുകളൊന്നും വേണ്ട. ഫോളോ അപ്പ് മാത്രം വന്നാൽ മതി. പരിശോധനകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷേ മരുന്നുകൾ സ്ഥിരമായിട്ട് വേണ്ട. തൊണ്ടയിലുള്ള ക്യാൻസർ ട്രീറ്റ് ചെയ്തു, പിന്നെ സ്ഥിരമായിട്ട് മരുന്നുകൾ കഴിക്കണ്ട. എന്ത് നല്ല കാര്യം. അപ്പോൾ അതോടെ നമുക്കൊരു സമാധാനമാണ്, അല്ലേ? പിന്നെ തീർച്ചയായിട്ടും തൈറോയിഡിന്റെ ക്യാൻസർ ആണെങ്കിലും തൈറോയിഡ് ഹോർമോൺ അല്ലാണ്ട് വേറെ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരുന്നുകളൊന്നും വേണ്ട. ഓക്കെ. അങ്ങനെ ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് അതിൽ. ഓക്കെ. അപ്പം നമ്മൾ ഇത് കണ്ടുപിടിച്ച് ഈ പ്രൊസീജിയർ ചെയ്യുന്ന ആ ഒരു കുറച്ച് പീരീഡ് ഓഫ് ടൈം മാത്രമേ നമ്മൾ അതിന്റെ പ്രോപ്പർ മെഡിക്കേഷൻ എടുക്കുക. അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി, അല്ലേ? 4ാമത്തെ സ്റ്റേജിൽ ക്യാൻസർ ചികിത്സിക്കേണ്ട ആവശ്യം ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം 4ാമത്തെ സ്റ്റേജ് ആണെങ്കിലും ഇപ്പം വായിലുണ്ടാവുന്ന ക്യാൻസർ, ഈ കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ക്യാൻസർ വായിലുണ്ടാവുന്ന ക്യാൻസർ. അപ്പോൾ സ്റ്റേജ് 4-ലാണെങ്കിലും അതിൽ തന്നെ ABC എന്ന് പറയുന്ന 3 അപ്പോൾ അത് സ്റ്റേജ് 4Aയിലാണെങ്കിലും ഒരു 70 to 80% ആളുകൾക്ക് ക്യൂർ ആവും. ഒരു 20% ആളുകൾക്കാണ്, അല്ലെ 20 to 30% ആളുകൾക്കാണ് നമുക്കൊരു റിസൾട്ട് കിട്ടാത്തത്. സ്റ്റേജ് 4B ആകുമ്പോൾ നമുക്കൊരു 60% ആളുകൾക്ക് ക്യൂർ ആവുന്നുണ്ട്.
അപ്പോൾ നമ്മളിത് ട്രീറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ വായിലുണ്ടാകുന്ന ക്യാൻസർ, ഈ ക്യാൻസറിൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു വളർച്ച നിൽക്കില്ല, അത് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളത് ട്രീറ്റ് ചെയ്യാതിരുന്നാൽ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ കൂടിക്കൊണ്ട് വരും. അതിൻ്റെ ഒരു സഹനം ഒരുപാട് കൂടുതലാണ് നമ്മളത് ട്രീറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ. നമുക്കപ്പോൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, ഭക്ഷണം തീരെ കഴിക്കാൻ പറ്റാതെ വരിക അല്ലേ. പിന്നെ ഇപ്പോൾ ഒരു അൾസറേഷൻ ആണെങ്കിലും ഒരു മുറിവ് ഇങ്ങനെ ഉണങ്ങാതിരിക്കുക എന്ന് പറയുമ്പം ഇപ്പം നേരത്തെ രമ്യ പറഞ്ഞ പോലെ സ്മെല്ലും ഇൻഫെക്ഷനും അത് കാരണമുള്ള ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടും വേദനയും ചുറ്റുമുള്ളവർക്കും എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ട്. അപ്പം ട്രീറ്റ്മെൻറ്റ് എന്താണെങ്കിലും എടുക്കുക ബെറ്റർ. ഓക്കെ. കാരണം എല്ലാവരും ഇതിൻ്റെ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിഷമിപ്പിക്കുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സാധാരണക്കാർക്ക് എത്രയാണെന്ന് പറഞ്ഞാലും എല്ലാവർക്കും അഫോർഡ് ചെയ്യണം എന്നില്ല അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് ആകുമ്പോഴത്തേക്ക് ചിലർ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ളവർ എന്തിനാ അത്രയും പൈസ മുടക്കി ഇത്രയും സ്റ്റേജിലായി, അപ്പോൾ എന്തായാലും ഞാൻ മരിക്കും, പിന്നെ ഞാൻ ഇത്രയും പൈസയും മുടക്കി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് എന്തിനാ വെറുതെ എന്നുള്ള ഒരു ഇതിലാണ് ചിലർ വേണ്ട, ആ പൈസ ഇല്ലാത്ത ആൾക്കാർ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതങ്ങ് സഹിക്കാമെന്ന് വിചാരിക്കണത്. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ അങ്ങനെ വിൽക്കുന്ന ഓരോ നിമിഷവും പിന്നീട് നമ്മൾ ശരിക്കും ആ ഒരു എന്താ പറയുക, ആ ഒരു ശരിക്കും ദുരിതം അനുഭവിച്ച് തന്നെയായിരിക്കും ആ പെയിൻ വല്ലാണ്ട് എടുത്തെടുത്തായിരിക്കും അവർ മരിക്കുന്നുണ്ടാവുക അല്ലേ. ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും അവരുടെ മരണം എന്ന് പറയണത്. ഓക്കെ. അച്ഛനോ അമ്മയ്ക്കോ ക്യാൻസർ വന്നത് മക്കളിലേക്ക് അത് വരാനുള്ള എന്തെങ്കിലും സാധ്യത തുറന്നിടുന്നുണ്ടോ? ക്യാൻസർ ഹെറിഡിറ്ററി ആണോ? ഹെറിഡിറ്ററി ആയിട്ടുള്ള ക്യാൻസേഴ്സ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഹെഡ് ആൻഡ് ക്യാൻസേഴ്സ് ആണെങ്കിൽ വളരെ ചെറിയൊരു ശതമാനം, തൈറോയിഡിൻ്റെ മെഡുലറി തൈറോയിഡ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടില്ല അതിലുള്ള ഒരു ചെറിയൊരു ശതമാനം മാത്രമാണ് ഇപ്പോൾ ഒരു ഹെറിഡിറ്ററി ആയിട്ട് വരാനുള്ളത്. ബാക്കിയുള്ള ജനറലി ക്യാൻസേഴ്സ് ഒന്നും അങ്ങനെ ഹെറിഡിറ്ററി അല്ല. മെജോറിറ്റി ക്യാൻസേഴ്സും അങ്ങനെയല്ല, വളരെ ചുരുക്കം ഒരു ശതമാനം മാത്രമേ ഉള്ളൂ. ബ്രസ്റ്റ്, കോളൻ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കുറേ കൂടെ ഒരു ഹെറിഡിറ്ററി സാധ്യതയുള്ളതുണ്ട്. പക്ഷേ എന്നാലും അതിൻ്റെയും ഒരു പെർസെൻറ്റേജ് കുറവാണ്. അപ്പോൾ ഒരാൾക്ക് വന്നതെന്ന് വെച്ച് നമുക്കും പാരമ്പര്യമായിട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ടെൻഷൻ വെക്കരുത്. ഓക്കെ. പക്ഷെ മെറ്റേണൽ സൈഡിലാണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ചാൻസസ് ആർ മോർ എന്ന് പറയും. അത് ഡോക്ടർക്ക് തീർച്ചയായിട്ടും നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ വരികയാണെങ്കിലും അല്ലെങ്കിൽ കോളൻ ക്യാൻസർ വരിക അല്ലെങ്കിൽ അതേപോലത്തെ ഒരു അങ്ങനെ ചില ഫാമിലീസിൽ ക്യാൻസർ റണ്ണ് ചെയ്യാം, അതിനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അത് ഡോക്ടർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ അതിനെ ഒരു പാരമ്പര്യമാണ് ക്യാൻസർ എന്നുള്ളൊരു മെസ്സേജ് ആളുകൾക്ക് പോകുന്നത് പലപ്പോഴും റോങ് ആയിട്ട്. കാരണം വീട്ടിൽ ആരെങ്കിലും വന്നാൽ പിന്നെ എപ്പോഴും അത് ആലോചിച്ചുകൊണ്ടേയിരിക്കും, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇത് വന്നു അപ്പോൾ എനിക്കും അതിന് വരും, ആ ഒരു ഫിയർ അല്ലേ വല്ലാണ്ട് അത് ക്യാരി ചെയ്തുകൊണ്ടേയിരിക്കും. റഷ്യ ക്യാൻസർ വാക്സിൻ ഡെവലപ്പ് ചെയ്തു എന്ന് കേട്ടു, സത്യമുണ്ടോ ഇതില്? ക്യാൻസർ വാക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെർവിക്സ് ക്യാൻസർ, അപ്പോൾ അതിനൊക്കെയുള്ള ഇപ്പം ഈ വൈറസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ക്യാൻസേഴ്സ് ഉണ്ട്. ഇപ്പോൾ സെർവിക്സിലുണ്ടാവുന്ന ഗർഭാശയഗള ഭാഗത്തുണ്ടാവുന്ന ക്യാൻസേഴ്സ്, ഈ ഹ്യൂമൻ പാപ്പിലോ വൈറസിൻ്റെ വേറെ ഒരു ഭാഗമാണ് ഓറോഫാരിങ്സ്, അങ്ങനെയുള്ള ചില സൈറ്റുകൾക്കായിട്ടുള്ള വാക്സിൻ യൂസ്ഫുൾ ആണ് ഇപ്പോൾ ക്യാൻസർ വരാതിരിക്കാൻ. കാരണം വൈറസുമായി ബന്ധപ്പെട്ടുള്ളതാണല്ലോ. ഓക്കെ. അപ്പോൾ അതിനൊക്കെ യൂസ്ഫുൾ ആണ്. ഓക്കെ. ലെമൺ ജ്യൂസ് 3 മാസം സ്ഥിരമായി കുടിക്കുകയും പഞ്ചസാര പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്താൽ ക്യാൻസർ തടയാൻ കഴിയുമെന്നത് ഒരു ഫേക്ക് ന്യൂസ് മാത്രമാണോ? ഫേക്ക് ന്യൂസ് മാത്രമാണ്. അല്ലാതെ ഒരു ലെമൺ ജ്യൂസിനും ക്യാൻസർ വരാതിരിക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പം അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം. കാരണം ഈ ലെമണിൽ ഇതുണ്ടല്ലോ, വൈറ്റമിൻ സി ഉണ്ട്, പിന്നെ ഷുഗർ കുറയ്ക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. പിന്നെ നല്ലത് തന്നെയാണ്. പക്ഷെ അതും ക്യാൻസറും തമ്മിൽ ഒരു രീതിയിലും ബന്ധമില്ല, ഡയറക്ട്ലി ഇല്ല. ഓക്കെ. തൊണ്ടയിൽ വരുന്ന ക്യാൻസറിന് റോബോട്ടിക് സർജറി എത്രത്തോളം ഇന്ന് എഫക്റ്റീവ് ആണ്? നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നാലും അതിൻ്റെ ഈ ഇപ്പം ഇവിടെ ഡോക്ടർ ചെയ്യുന്ന ലേക്ക് ഷോറിലാണെങ്കിലും നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ഒരു ഇത് നോക്കുകയാണെങ്കിൽ റോബോട്ടിക് സർജറി ആണോ കൂടുതലായിട്ടും ചെയ്യുന്നത്, അതോ നോർമലാണോ കൂടുതലായിട്ടും വരുന്നത് ഇന്നിപ്പോൾ? നോർമൽ സർജറീസ് ആണ്, അതായത് റോബോട്ടിക് അല്ലാത്ത സർജറീസ് ആണ് കൂടുതലായിട്ടുള്ളത്. പക്ഷെ എന്നാലും ഇപ്പോൾ തൊണ്ടയിലുണ്ടാകുന്ന ക്യാൻസർ ആണെങ്കിൽ റോബോട്ട് അല്ലാതെയും ഈ ലേസർ വഴി എടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു നമ്പർ കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏത് സ്റ്റേജിലാണ് വരുന്നതെന്നനുസരിച്ചിട്ടാണ് ഇരിക്കുക. അല്ലാതെ എല്ലാത്തിനും നമുക്കൊരു റോബോട്ടിക് സർജറി പലപ്പോഴും പറ്റില്ല.
ഡോക്ടർ, നമ്മുടെ ഈ സയൻസ് ഒരുപാട് ഡെയിലി ബേസിസിൽ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ പുതിയ ഒരുപാട് മരുന്നുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഡോക്ടേഴ്സിനെ പോലെ, നിങ്ങൾ സാറിനെ പോലെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് പറയും, ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കൂ, ഇന്ന് ഒരുപാട് നല്ല മരുന്നുകൾ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കത് ഏർലി സ്റ്റേജിൽ തന്നെ നിങ്ങൾ വന്ന് ഡയഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും എന്ന് ഡോക്ടേഴ്സ് വളരെ ആ ഒരു കോൺഫിഡൻസ് നൽകുന്നുണ്ട് പേഷ്യൻസിന്, അല്ലേ? പക്ഷേ ഇപ്പം ഇത്തരത്തിലുള്ള പുതിയ മരുന്നുകൾ വരുമ്പോഴും നമ്മുടെ പേഷ്യൻസിൽ കുറേ പേർക്കൊക്കെ ആ പുതിയ മരുന്ന് ട്രൈ ചെയ്യാൻ അല്പം മടി കാണിക്കുന്നുണ്ട്. അയ്യോ, ഈ പുതിയ മരുന്ന് എൻ്റെ മേളിൽ ട്രൈ ചെയ്യാൻ പോവാണോ, ഇത് എനിക്കെങ്ങാനും റോങ് ആയിട്ട് ഇനിയും വരുമോ എന്നുള്ളൊരു ഫിയർ. എന്നാൽ ഈ പുറത്തുള്ള കൺട്രീസിലൊക്കെ ആണെങ്കിൽ, അമേരിക്കയിലോ UK അല്ലെ വെളിനാട്ടിലോ എവിടെയാണെങ്കിലും, അവിടെ പുതിയതായിട്ടുള്ള മരുന്ന് ഇത്തരത്തിൽ വരുന്ന പേഷ്യൻസിൻ്റെ മേളിൽ തന്നെ ഡോക്ടേഴ്സ് അവരുടെ അവർ വില്ലിങ് ആണ്, അതോടുകൂടി തന്നെ അവരുടെ മേളിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ നിങ്ങൾക്കും അങ്ങനെയാണല്ലോ അത് അറിയാൻ പറ്റുക. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിന് മേളിൽ ട്രൈ ചെയ്ത് നല്ല റിസൾട്ട് വന്നിരിക്കുന്ന ആൾക്കാരിലുമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പേഷ്യൻസിന് ഇത്തരത്തിലുള്ള പുതിയൊരു മരുന്ന് ട്രൈ ചെയ്യാനുള്ള ഒരു മടി, അങ്ങനത്തെ ഒരു ഇത് ഡോക്ടർ ഫീൽ ചെയ്യുന്നുണ്ടോ, കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിർത്തുന്ന ഒരു അസുഖമാണ് ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് അതിലെങ്ങനെ ഉത്തരം കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഉത്തരം കണ്ടുപിടിക്കുന്നതിനല്ലേ നമ്മൾ റീസേർച്ച് എന്ന് പറയുന്നത്. നമ്മളത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അപ്പം നമ്മളുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, നമുക്ക് കുറച്ചുകൂടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ മുന്നേറാനുണ്ട്. നമുക്കതിനോടൊക്കെ ഒരു ആളുകളുടെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ മരുന്നുകളുടെ ക്ലിനിക്കൽ ട്രയൽസ്, നമ്മളൊരു അഡ്വാൻസ്ഡ് ഓറൽ ക്യാവിറ്റി ക്യാൻസറിലാണെങ്കിൽ, അല്ലെങ്കിൽ തൈറോയ്ഡ് ആണെങ്കിലും ചിലപ്പോൾ ഒരു അഡ്വാൻസ്ഡ് തൈറോയ്ഡ് ക്യാൻസേഴ്സ്, ഇതിലൊക്കെ പുതിയ മരുന്നുകളുണ്ട്. വളരെ നല്ല റിസൾട്ട്സ്, പ്രോമിസിങ് ആയിട്ടുള്ള റിസൾട്ട്സ് ഉള്ള മരുന്നുകളുണ്ട്. അപ്പോൾ ഒരു മരുന്ന് വരിക എന്ന് പറഞ്ഞാൽ അത് പല പല സ്റ്റേജസ് ആയിട്ടാണ് വരിക. അപ്പം phase 1, phase 2, phase 3, അങ്ങനെ പല പല സ്റ്റേജസ് ആയിട്ടാണ് അതിൻ്റെ ട്രയൽസ് നടക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്ലിനിക്കൽ ട്രയൽ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പരീക്ഷണമല്ല. പരീക്ഷണമാണോ എന്ന് ചോദിച്ചാൽ അതിലങ്ങനെ ഒരു ഭാഗമുണ്ട്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് സമൂഹത്തിന് പലപ്പോഴും ഉള്ളത് അവരുടെ മേലെ ഒരു പരീക്ഷണം നടത്തുക എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് മെസ്സേജ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഇത്തരം ക്ലിനിക്കൽ ട്രയൽസ് ഓപ്ഷൻസ് വല്ലാതെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകൾ, പുതിയ മരുന്നുകൾ വരുമ്പം അതിന് പലപ്പോഴും വില വളരെ കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ പേഷ്യൻസിനൊക്കെ അത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ക്ലിനിക്കൽ ട്രയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ മരുന്ന് ചിലവില്ലാതെ തന്നെ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അതൊക്കെ വളരെ റെഗുലേറ്റഡ് ആണ്. പേഷ്യൻറ്റിൻ്റെ കൺസെൻറ്റ് ഇല്ലാണ്ട് ഒന്നും ഇത് ചെയ്യാൻ പറ്റില്ല. വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള ട്രയൽസാണ് ഇതൊക്കെ. അപ്പോൾ ഒരിക്കലും ഒരു പേഷ്യൻ്റ് സേഫ്റ്റി എപ്പോഴും വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ക്ലിനിക്കൽ ട്രയൽസ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ഡോക്ടേഴ്സ് അത് ടേക്കപ്പ് ചെയ്യുന്നു, നമ്മുടെ സിസ്റ്റം ഗവൺമെൻറ് സിസ്റ്റം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, മീഡിയ ഒക്കെ ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കുന്നു, അങ്ങനെയാണ് നമുക്ക് ഒരുപാട് നല്ലതായിരിക്കും. ഓക്കെ, പുതിയതായിട്ട് വരുന്ന മരുന്നുകൾ ട്രൈ ചെയ്യുക, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഓരോ ഹോസ്പിറ്റലിൽ പോലും ട്രൈ ചെയ്യണമെങ്കിൽ ആദ്യം അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ് അപ്രൂവൽ കിട്ടണം, എത്തിക്സ് കമ്മിറ്റി അപ്രൂവൽ കിട്ടണം. എത്തിക്സ് കമ്മിറ്റി അപ്രൂവലിൽ ഒരിക്കലും ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സോ ഒന്നും മാത്രമല്ല, പുറമേയുള്ള ഡോക്ടേഴ്സ് അല്ലാത്ത ആളുകളും ലോയേഴ്സും ഒക്കെ ഇൻവോൾവ് ചെയ്യുന്നതാണ് ഈ എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. അത് ക്ലിയർ ആവണം. പിന്നെ ഈ മരുന്ന് കമ്പനി എന്ന് പറയുന്ന അവർക്ക് ഒരു മരുന്ന് കൊണ്ടുവരുന്ന ഒരുപാട് സ്റ്റെപ്സ് കഴിഞ്ഞിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് എപ്പോഴും അത് റെഗുലേറ്റഡ് ആണ്. പേഷ്യൻറ്റിന് ഒട്ടുമേ ചിലവില്ലാതെയാണ് മിക്കവാറും മരുന്നുകളെല്ലാം, അല്ലെങ്കിൽ വലിയൊരു ശതമാനം മരുന്നുകളും കിട്ടുന്നത്. അപ്പം ശരിക്കും അതൊരു നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ സിസ്റ്റം അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിന് വേണ്ട ഒരു റെഗുലേഷനോടുകൂടി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഏതൊരു അസുഖമാണെങ്കിലും, ഇപ്പം എനിക്കൊരു പനി വന്നു, അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊരു അസുഖം വന്നു, ഒന്ന് കാലൊടിഞ്ഞു, ഇതൊക്കെ ആണെങ്കിൽ അത് ആ ഒരു പേഷ്യൻ്റ് തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ മതി, എങ്ങനെയൊക്കെ ടേക്ക് കെയർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, അതൊക്കെ മനസ്സിലാക്കിയാൽ അവർക്ക് തന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള ക്യാൻസർ പോലത്തെ വലിയ രോഗങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ്, ഒരു പേഷ്യൻ്റ് മാത്രം വിചാരിച്ചിട്ടാണോ, അതോ ഒരു ഗ്രൂപ്പ് എഫേർട്ടാണോ? നമുക്കിത് ഈ ഒരു അസുഖം എന്ന് പറയുന്നത്, ക്യാൻസർ ഒരിക്കലും ഒരു വ്യക്തിയുടെ ഒരു അസുഖമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമല്ലേ നമ്മുടെ ഇതെല്ലാം. ഇപ്പോൾ ടൊബാക്കോ യൂസിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിലും ഒരു സാമൂഹികമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. നമുക്കൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഒരു അസുഖം വരികയാണെങ്കിൽ അതിൽ ഇൻവോൾവ് ആവുന്ന ഓരോ ഡിസിഷനിലും
നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു ഗ്രൂപ്പ് എപ്പോഴും ഇൻവോൾവ് ആണ്. പിന്നെ സമൂഹത്തിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര പ്രധാനമാണ്. കാരണം പരിസ്ഥിതിയായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ എൻവയോൺമെൻറ്റ് ആയിട്ട് പെട്ട ഒരുപാട് ഇഷ്യൂ ഇല്ലേ, നമ്മുടെ ഇപ്പോൾ വേസ്റ്റ് ഡിസ്പോസൽ അടക്കമുള്ള നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ക്യാൻസർ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. നമ്മളെടുക്കുന്ന ഓരോ ഡിസിഷനും നമ്മളെല്ലാം ബാധിക്കും. അത് നമുക്ക് ഒരു സമൂഹത്തിലുള്ള ആളുകൾ മാത്രം എല്ലാവരും, പിന്നെ ട്രീറ്റിംഗ് ഡോക്ടേഴ്സും എല്ലാവരും എടുക്കുന്ന ഓരോ ഡിസിഷനും നമ്മൾ ഓരോരുത്തരും ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. നമുക്കിത് ഒരുമിച്ചാണ് എപ്പോഴും നേരിടേണ്ടത്. ഓക്കെ, അവർക്ക് കൊടുക്കേണ്ട കംപ്ലീറ്റ് മെൻ്റൽ സപ്പോർട്ട്, മെൻ്റൽ സ്ട്രെങ്ത്, അത് അവരുടെ ചുറ്റിപ്പറ്റിയുള്ള ഫ്രണ്ട്സും ഫാമിലിയുടെയും കൂടി ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ? തീർച്ചയായിട്ടും ഫാമിലി സപ്പോർട്ട് വളരെ വളരെ പ്രധാനമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഇപ്പോൾ എത്രയോ വർഷമായിട്ട് സർജനായിട്ടുള്ള, ഐ മീൻ ഈ ഒരു ഇതിൽ എത്രയോ പേഷ്യൻസിനെ ഡോക്ടർ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഒരാളുടെ ഒരു എക്സാമ്പിൾ എടുത്ത് ഡോക്ടർ പറയാമോ? അദ്ദേഹം ഈ ഒരു രോഗമാണ് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഇതിനെ കണ്ടതും അതിനിൽ നിന്നും റിക്കവർ ചെയ്ത് വന്നതും നമ്മുടെ വ്യൂവേഴ്സിന് ഒരു പ്രചോദനമാവുന്ന രീതിയിൽ. അങ്ങനെ ഇതിനെ ചില ആൾക്കാർക്ക് പേടിയാണ്, ചില ആൾക്കാർ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആണ്, ഇതാണെന്ന് പറഞ്ഞാലും തളരില്ല, അവരതിനെ പോസിറ്റീവായിട്ട് നമുക്ക് മാറ്റാവുന്നതാ ഉള്ളൂ അല്ലേ? എങ്ങനെയാണ് ഡോക്ടർ അങ്ങനെയുള്ള പലരും ഡോക്ടർ കണ്ടിട്ടുണ്ടാവില്ല, ഒരാളുടെ എക്സാമ്പിൾ പറയാമോ? വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റുന്ന പേഴ്സണാലിറ്റീസ് ഒരുപാടുണ്ട്. ഇപ്പം ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ക്യാൻസർ അല്ലാത്ത ഒരു പേഷ്യൻ്റെ കാര്യം ഞാൻ പറയാം. ഹെഡ് ആൻഡ് നെക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആസിഡ് പോയ്സണിങ്, ആസിഡ് ഇഞ്ചുറിയാണ്. വളരെ ചെറുപ്പത്തിൽ സംഭവിച്ചതാണ്. അപ്പോൾ ഈ അന്നനാളം മൊത്തമായിട്ട് കരിഞ്ഞുപോയി. അതിനുശേഷം ഭക്ഷണം കഴിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. ഇവർ ഗുജറാത്തിൽ നിന്നുള്ള ഒരു പേഷ്യൻ്റാണ്. അവിടുന്ന് കുറേ സർജറി കഴിഞ്ഞു. പിന്നെ ഇവിടെ കേരളത്തിൽ വന്ന് ഇവിടുന്ന് കുറേ സർജറി കഴിഞ്ഞു. ഒട്ടും ഒരു ഹോപ്പില്ലാത്തൊരവസ്ഥ. അതിൽ നിന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷം നമ്മളും പ്രതീക്ഷ വിടാതെ, അതായത് പല പല ഡോക്ടേഴ്സ് പല പല സമയങ്ങളിൽ അതിൽ എഫേർട്ട് ഇട്ടു, പേഷ്യൻ്റ് വിടാതെ നിന്നു. അപ്പോൾ അവസാനം ഇപ്പോൾ അവർ വായിക്കൂടെ ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അവർ മാത്രമല്ല, ഇവരുടെ ഒരു ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റ് ബേക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇത്ര കാലം ഭക്ഷണം കഴിക്കാതെ നമ്മുടെ ടേസ്റ്റ് സെൻസേഷനും കുറയാറ്. അപ്പോൾ അവർ ഷാം ഈറ്റിംഗ് ചെയ്യുമായിരുന്നു. വായിൽ ഭക്ഷണം എടുത്ത് തുപ്പിക്കളയും, പക്ഷേ ഫീഡിങ് എപ്പോഴും വയറിലുള്ള ട്യൂബ് വഴിയായിരുന്നു. അപ്പോൾ ഫൈനലി അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി. കാരണം നമുക്ക് തന്നെ പലപ്പോഴും ഇനി എന്തെങ്കിലും പറ്റുമോ എന്ന് സംശയം പല പ്രാവശ്യം അങ്ങനെ വന്നിട്ടുണ്ട്. ഫൈനലി ഇവർ വായിക്കൂടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവരുടെ ഹോം ബേക്കർ എന്നുള്ള നിലയിൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. വളരെ നന്നായിട്ട് ജീവിക്കുന്നു. മേ ബി പറ്റുമെങ്കിൽ ഞാൻ അവരുടെ ഒരു വീഡിയോ കാണിക്കാം. അവരുടെ ഒരു മെസ്സേജ് ഉള്ള ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ കാണിക്കാം. ചോദിച്ചു. ഒരു കോമൺ മെസ്സേജ് നമ്മൾ ഇത്തരത്തിലുള്ള, ബാക്കി എല്ലായിടത്തും നമ്മൾ പറയും, ഏതൊരാളെ കാണുമ്പോഴും ഓക്കെ സീ യു അഗെയിൻ എന്ന് നമുക്ക് ചിരിച്ചുകൊണ്ട് പറയാം. പക്ഷേ ഒരു ഫാർമസിയിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ പോയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ആരും പറയാൻ ആഗ്രഹിക്കാത്ത, അങ്ങനെ ആവല്ലേ എന്നാണ് ഞാൻ എപ്പോഴും വിഷ് ചെയ്യണത്. സീ യു അഗെയിൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറയാണ്ട ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എല്ലാവർക്കും. അങ്ങനെ ഡോക്ടറിന് പേഷ്യൻസിൻ്റെ എണ്ണം എനിക്കറിയാം കൂടി വരികയാണ്. അത് കൂടാതെ കുറഞ്ഞു വരണമെങ്കിൽ ഞങ്ങളെപ്പോലത്തെ കോമൺ മാൻ ഇതിലൊക്കെ ഇങ്ങനത്തെ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് ഡോക്ടർ ഒരു നല്ലൊരു മെസ്സേജും കൂടെ പറയൂ. നമ്മളെങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ട്രീറ്റ് ചെയ്യേണ്ട രീതി, നമ്മളെ ടേക്ക് കെയർ ചെയ്യേണ്ട രീതി. റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, ഇങ്ങനത്തെ ക്യാൻസർ എന്നുള്ളതല്ല, എന്ത് അസുഖത്തിനാണെങ്കിലും ഒരു ബെനിഫിറ്റ് ഉള്ളതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ക്യാൻസർ മാറ്റാനുള്ള കഴിവ് റെഗുലറായി എക്സസൈസ് എന്നല്ല, പക്ഷേ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അതിന് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കണം. പിന്നെ നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതിയെ നമ്മൾ ഏറ്റവും നന്നായിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ രമ്യ പറഞ്ഞതുപോലെ ഒരിക്കലും ഒരു പേഷ്യൻ്റ് തിരിച്ചു വരണം എന്ന് ഡോക്ടറും ഒരിക്കലും ആഗ്രഹിക്കില്ല. പക്ഷെ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് തിരിച്ചു വന്നില്ലെങ്കിലും എല്ലാവരും നമ്മളെ വളരെ അടുത്ത് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതാണ് വളരെ സാറ്റിസ്ഫാക്ഷൻ തരുന്നത്.
വേറൊരു തെറ്റിദ്ധാരണ ഡോക്ടർ, വളരെ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരും നമ്മുടെ ചുറ്റുവട്ടമുണ്ട്. ഇങ്ങനെ എന്താ പറയുക, എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുക. പക്ഷേ അങ്ങനെയുള്ളവർക്കും ചിലരിലേക്കൊക്കെ ക്യാൻസർ വരുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവരും ഈശ്വര, എന്നും എക്സസൈസ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ എത്ര ഡയറ്റ് നോക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ വീടിന് തൊട്ടടുത്തൊരു അങ്കിൾ കഴിഞ്ഞ ദിവസം മരിച്ചു. അങ്കിൾ അന്ന് എക്സസൈസ് ചെയ്ത് നടന്നു പോയി വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് അങ്കിൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് അങ്കിൾ മരിച്ചത്. ചിലർക്ക് ക്യാൻസർ ആവാം, ഓരോരുത്തർക്കും ഓരോ റീസൺ. അപ്പോൾ പെട്ടെന്ന് പബ്ലിക് എല്ലാം ഈ എക്സസൈസ് ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്നേ, ഉടനെ അങ്ങനെ അങ്ങ് ജനറലൈസ് ചെയ്തിട്ട് അറിവില്ലാത്തത് കൊണ്ട് ചില ആൾക്കാർ അങ്ങനെ അങ്ങ് പറഞ്ഞു കളയാണ്. അതിനും കൂടെ ഒരു മറുപടി പറയൂ ഡോക്ടർ. നമ്മൾ അങ്ങനെ അങ്ങനെ എക്സസൈസ് ചെയ്യണത് തെറ്റാണ്, അങ്ങനെ ഇത് കണ്ടില്ലേ ഒരാളുടെ അനുഭവം, അങ്ങനെ പറയാൻ പാടുമോ? ഒരിക്കലും ശരിയല്ല. നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ വ്യക്തിക്കുമുള്ള പ്രശ്നങ്ങൾ വ്യത്യാസമല്ലേ. ചിലർക്ക് ഒരുപാട് എക്സസൈസ്, ഹാർട്ടിന് ചിലപ്പം പ്രശ്നമുള്ള ആളുകൾക്ക് ഒരുപാട് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചിലർ ചെയ്യാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷെ നമ്മൾ ജനറലായി നോക്കുമ്പം നമുക്ക് എന്തെങ്കിലും നമുക്കൊരു സമൂഹത്തിന് അഡ്വൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, റെഗുലർ എക്സസൈസസ്, ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. മസ്റ്റ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. ഡോക്ടർ വളരെ നല്ല രീതിയിൽ, മനസ്സിലാവുന്ന രീതിയിലൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്.